മോൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നും അത് തന്നെയാണ് വിഷയം. നമ്മുടെ ജസ്ന സലീം, കണ്ണന്റെ പ്രിയപ്പെട്ട രാധ എന്നൊക്കെ പറഞ്ഞ് ഇവരെ തന്നെ കുറെ കാലമായിട്ട് സംഘികളായിരുന്നു പൊക്കിക്കൊണ്ട് നടന്നത് എന്നാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലെ വലിയ രൂപത്തിലൊരു ആക്ഷേപം. ഇപ്പോഴാണ് അവരും കൊണ്ടുവന്ന് താഴെയിട്ടു എന്ന തോതില് ഇവർക്ക് വേണ്ടി മുസ്ലിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവർക്ക് വേണ്ടി എന്നല്ല, ഇതിനെ സംബന്ധിച്ച് ശരിയായ ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ അവര് നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്തിട്ട് ഇസ്ലാം അങ്ങേ അറ്റം വെറുത്ത ഒരു ബിംബാരാധന, അന്യമത വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുക, ബഹുദൈവാരാധന, അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന വസ്തുതയല്ല. അപ്പൊ ഇസ്ലാം അങ്ങേയറ്റം വെറുത്ത ആ ഒരു മേഖല തന്നെ തിരഞ്ഞെടുക്കുകയും ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഒരുപാട് ആളുകൾ പ്രതികരണങ്ങളുമായി വന്നിട്ടുണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ലക്ഷ്മി കാനത്തിൻ്റെതാണ്. അവര് ചോദിക്കുന്നത്, അവർ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിത്രം വിൽക്കാൻ വേണ്ടി മാത്രം തട്ടമിട്ട് ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ എത്തുന്ന താത്തയ്ക്ക് മുണ്ടും നേരിയതും ഉടുത്ത് തലയിൽ പൂവും ചൂടി നെറ്റിയിൽ ചന്ദനവും തൊട്ട് സ്വന്തം മതസ്ഥരുടെ ആരാധനാലയത്തിൽ പോയി സ്വന്തം മത ആചാര്യന്റെ പിറന്നാൾ ദിവസം കേക്ക് മുറിക്കുകയും വിശേഷ ദിവസം അവിടെ എത്തുന്ന ആൾക്കാരെ കയ്യേറ്റം ചെയ്ത് വിവാദമുണ്ടാക്കാനും തോന്നുമോ എന്നതാണ് ചോദ്യം. അപ്പൊ ഇതൊരു മാർക്കറ്റിംഗ് ടൂളാണ് എന്നത് അവർക്കും അറിയാം, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും അറിയാം, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും ഒക്കെ അറിയുന്ന വസ്തുതയാണ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം മറ്റ് സന്ദർഭങ്ങളിലൊക്കെ അവര് സാധാരണ വേഷത്തിൽ അവര് പലയിടത്തും പോകുന്നുണ്ട്. ഈ ലക്ഷ്മി കാനത്ത് തന്നെ പുറത്തുവിട്ട മറ്റ് 2 ചിത്രങ്ങളാണിത്. അപ്പോ ഇവര്, നമുക്കറിയാം ഇതൊക്കെ സാധാരണഗതിയിൽ എല്ലായിടത്തും നടക്കുന്നതാണ്. ബാംഗ്ലൂരില് PU കോളേജില് ഒരു ഹിജാബ് സമരം നടന്നു, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്. ആ ഹിജാബ് സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന പെൺകുട്ടി, ആ കുട്ടിയെ ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ ടൂളാക്കി ഉപയോഗിക്കുമായിരുന്നു. ആ പെൺകുട്ടി പറയുന്നു, അതിനു മുമ്പ് അതുവരെ ആ പെൺകുട്ടി ഹിജാബ് ഉപയോഗിച്ചിട്ടേ ഇല്ല, പർദ്ദ ഉപയോഗിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു സമരത്തിനു വേണ്ടി തക്ബീർ വിളിച്ച് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച ആ കോളേജിലേക്ക് ഈ ഹിജാബും ഇട്ടു വലിഞ്ഞു കയറി ചെല്ലാൻ ആ പെൺകുട്ടിയെ അതിന് പിന്നിൽ നിന്ന് നയിക്കുന്ന മത തീവ്രവാദികൾ ടൂളായി ഉപയോഗിച്ചു. അതിന്റെ പേരിൽ ആ പെൺകുട്ടികളുടെ കരിയർ പോയി, ആ പെൺകുട്ടിയുടെ അതിന്റെ ഭാവി പോയി, തുടർ പഠനം പോയി. അതിന് പിന്നെ പുറത്തിറങ്ങാൻ തന്നെ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആ പെൺകുട്ടിയുടെ വാപ്പ ആ പെൺകുട്ടിയെ പഠിക്കാനും വിട്ടില്ല. കാരണം അൽ-ഖ്വയ്ദയുടെ നേതാവ് വരെ ആ പെൺകുട്ടിക്ക് വേണ്ടി മുന്നോട്ട് വരുന്നു, ആ പെൺകുട്ടിയെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഇനി എത്രമാത്രം ആ പെൺകുട്ടിക്ക് പഠിക്കണോ അത്രയും പഠനത്തിന്റെ ചെലവ് അവർ സ്പോൺസർ ചെയ്യുന്ന രീതി വരെ എത്തി. പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു, ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങൾക്ക് അൽ-ഖ്വയ്ദയുമായി യാതൊരു ബന്ധവുമില്ല, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഞങ്ങൾ ഒരു രൂപത്തിലും ബുദ്ധിമുട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിവിടെ ഞങ്ങളുടെ മതം അനുസരിച്ച് ഞങ്ങളുടെ മതവിശ്വാസം ഫോളോ ചെയ്ത് വിശ്വസിച്ച് ഞങ്ങൾ സുരക്ഷിതരായി ജീവിക്കുന്നു, ദയവായി നിങ്ങൾ ആരും വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് വീഡിയോയ്ക്ക് മുമ്പിൽ സംസാരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി ആ പിതാവിന്. അതുപോലെ ഇവര് സാധാരണ എവിടെ പോയാലും തട്ടം ഉപയോഗിക്കുന്നു എങ്കിൽ ഓക്കെ, നമുക്കത് പറയാം. അവരൊരു വിശ്വാസിയായ പെണ്ണാണ് എന്ന് നമുക്ക് പറയാം.
അതല്ലെങ്കിൽ അവർ ഡിക്ലെയർ ചെയ്താലും മതി, ഞാൻ ഇസ്ലാം മതവിശ്വാസത്തെ അംഗീകരിക്കുന്ന ആളല്ല, ഞാനൊരു പ്രോഗ്രസീവ് കാഴ്ചപ്പാടുകാരിയാണെന്ന് പറഞ്ഞാൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകത്തുമില്ല. ഇത് പക്ഷെ അങ്ങനെയുമല്ല. ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് കണ്ണന്റെ ചിത്രം വരയ്ക്കാനിരിക്കും, വൈകിട്ടാണ് എഴുന്നേൽക്കുന്നത്, എന്നിട്ട് ലുഹറും അസറും ഉച്ചയ്ക്കുള്ള നമസ്കാരവും വൈകിട്ടുള്ള നമസ്കാരവും ഒരുമിച്ചാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ കൂടി ബാലൻസ് ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി. ഇതൊരു വലിയ ഉഡായിപ്പാണല്ലോ, ഇത് മുസ്ലിങ്ങളെയും പറ്റിക്കുന്നു, ഒരേ സമയം തന്നെ ഹിന്ദു വിശ്വാസികളെയും പറ്റിക്കുന്നു, ഇത് ഇവരുടെ മാർക്കറ്റിംഗ് ടൂളാണ് എന്ന യാഥാർത്ഥ്യം മുസ്ലിങ്ങളും മനസ്സിലാക്കി, ഹിന്ദുക്കളും മനസ്സിലാക്കി. അപ്പൊ ഇതുവരെ ഇവരെ പൊക്കിക്കൊണ്ട് നടന്ന ആളുകളൊക്കെ കൊണ്ടുവന്ന് താഴെയിട്ടു. ഇപ്പൊ പറയുന്നത് എന്നെ ആദ്യം പൊക്കിക്കൊണ്ട് നടന്നത് ഇവര് തന്നെയാണ്, എത്ര പൊക്കാമോ അത്രത്തോളം പൊക്കി, അതുകൊണ്ടാണ് വീഴ്ചയുടെ ആഘാതം വളരെയധികം ഏറുന്നത്. ഇതാ ഒരു ഉസ്താദിന്റെ പ്രതികരണമാണ്. പള്ളിയില്ല എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ ഇങ്ങോട്ട് തിരിച്ചു തരണമെങ്കിൽ കുറെ പണിയുണ്ടല്ലോ. ഇനി എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂർ ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ള പ്രോമിസ് എനിക്ക് തരാൻ പറ്റും. ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായൂരിന്നോ അല്ലെ എന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. 11 വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ചേർത്ത് പിടിച്ചതിൽ ഒരു അർത്ഥമുണ്ട്, ഇടപെടണം, എനിക്ക് പേടിയില്ല. കാരണം ഞാൻ ഇത്രയും കാലം വരച്ചത് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനെയാണ്. ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനെ ഒരിക്കലും ഉപദ്രവിക്കില്ല. വർഗീയവാദിയാണ് ഞാൻ. പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആളാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെങ്കിൽ ശബ്ദവും ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ പിടികിട്ടിട്ടുണ്ടാവും. കിട്ടാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. ജസ്ല സലീം ശരിക്കും പറഞ്ഞാൽ ഇപ്പോ അമ്പലവും ഇല്ല പള്ളിയും ഇല്ലാത്തതുപോലെയായി. എന്തിനു വേണ്ടിയായിരുന്നു? ഒരു മതേതരത്വ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തിൽ ഉറച്ചു നിൽക്കാൻ, മതവിശ്വാസം എന്ന് പറയുന്നത് മോശമായ കാര്യമൊന്നുമല്ല. അത് ഏത് മതത്തിലായാലും മതം ആരെയും ചീത്ത പഠിപ്പിക്കുന്നില്ല, വൃത്തികേടും പഠിപ്പിക്കുന്നില്ല. മതം നല്ലത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അത് ഏത് മതത്തിലായാലും. മതം പഠിക്കാത്തതിന്റെ കുറവാണ്. എന്നെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ പഠിക്കുക, ഒന്നെങ്കിൽ മുസ്ലിമായി മുസ്ലിം മതത്തിൽ പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഹിന്ദുവായി ഹിന്ദു മതത്തിൽ പഠിക്കുക, ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനി മതത്തിൽ പഠിക്കുക. ഏതെങ്കിലും ഒരു മതത്തിൽ പഠിച്ച് ആ മതത്തിൽ നിൽക്കുക. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ടത്. ഇതൊരു മതത്തിൽ നിന്നുകൊണ്ട് തന്റെ മതത്തെ കുറ്റം പറയുകയും മറ്റൊരു മതത്തെ വർണ്ണിച്ചു പറയുകയും ചെയ്യുമ്പോൾ അതിന് എന്ത് പേരിട്ട് വിളിക്കണം? വർഗീയവാദി എന്ന് തന്നെയാണ് പറയാം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, മുമ്പ് ഞാനൊന്ന് ഉപദേശിച്ചതാണ്. ഒരു ഉസ്താദിനെ കുറ്റം പറഞ്ഞത് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് അതിൽ ഞാൻ ഉപദേശിച്ചതാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് നരകവും സ്വർഗവും പിന്നെ അങ്ങനെ വേണ്ട പലതുമാണെന്നത്. ഒരു മതപഠന ക്ലാസ്സിൽ മതത്തെ അല്ലാതെ പിന്നെ എന്താണ് പഠിക്കുക? പിന്നെ എന്താണ് അവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ഒരു മതപഠന ക്ലാസ്സിൽ ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ അല്ല, അതിന് സ്കൂളിൽ തന്നെ പോകണം. മതപഠന ക്ലാസ്സിൽ മതം തന്നെയാണ് പഠിപ്പിക്കുക, മതത്തിന്റെ നിയമചട്ടങ്ങൾ. അത് ഇവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം നമ്മൾക്ക് കൈവിട്ടത്. പിന്നെ നമ്മളെ പോലുള്ളവരൊന്നും ഇവരെ ഉപദേശിക്കാൻ പോയില്ല. എന്താ കാരണം? മുസ്ലിം നാമധാരി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അന്ന് നമ്മൾ കൈവിട്ടതാണ്. ഇവർക്ക് ഇവരുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മൾ ഇന്ത്യ. അങ്ങനെ ജീവിച്ചോട്ടെ എന്ന് കരുതി. ഒരു മതത്തിന്റെ മതവിധികളെ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ മതത്തിൽ നിന്നും ഒരാളും പുറത്താക്കേണ്ട ആവശ്യമില്ല. മതത്തിൽ നിന്നും താനേ പുറത്തു പോവുകയാണ്. ഒരാളും ഇസ്ലാം മതത്തിൽ നിന്നും നീ പുറത്തു പോകുമെന്ന് പറയില്ല, താനേ പുറത്താകുന്നതാണ്. മതത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത് മതത്തിൽ നിന്ന് താനേ പുറത്താവുകയാണ്. ഒരാളും മതത്തിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമില്ല. മതത്തിൽ നിന്നും താനേ പുറത്തായ ജസ്ല സലീമിനെ പിന്നെ നമ്മൾ വിമർശിക്കേണ്ടതോ ഉപദേശിക്കേണ്ടതോ ആയ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതോടെ നമ്മൾ നിർത്തി. പിന്നെ അവർക്ക് എവിടെ വേണമെങ്കിൽ പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനന്ന് പറഞ്ഞത് ഈ പേരൊന്ന് മാറ്റിക്കൂടെ എന്നാണ് ഞാനന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ പേരിന് മാത്രമേ ഉള്ളൂ മതം. ജസ്ല സലീമിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുരുവായൂർ നടയിൽ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിന്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയാണ്. ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഞാൻ ഇനി ആ നടയിലേക്ക് പോകുന്നില്ല. ഭക്തി മനസ്സിൽ മതി, അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കണ്ട എന്ന് സ്വയം തീരുമാനിച്ചു. പക്ഷെ നിങ്ങളൊക്കെ എനിക്കൊരു അനുവാദം തരണം, വർഷത്തിൽ 2 പ്രാവശ്യം പോകാൻ. ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും. മറ്റൊന്നുകൊണ്ടല്ല, വർഷങ്ങളായിട്ടുള്ളൊരു
ചടങ്ങാണ് കണ്ണനെ ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത്. ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ. അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെ മാപ്പ് ചോദിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജസ്ല സലീം, എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാണ് അനുവാദം ചോദിക്കുന്നത്? ആ ഒരു മതം തന്നെ സ്വീകരിച്ചാൽ എന്താ ഒരു പ്രശ്നം? ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എത്ര അഭിമാനമുണ്ട്. ഇങ്ങനെ ഇരക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ ഒരു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വിമർശനവുമില്ല, ആർക്കും ഒരു പരാതിയുമില്ല. എന്താ ഒരു പ്രശ്നം? എന്തെന്നായാലും മുസ്ലിം മതത്തിൽ നിന്നും മതത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴേ മതത്തിൽ നിന്നും ആരും പുറത്താക്കിയതല്ല, താനേ പുറത്തായതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടേണ്ട ആവശ്യവുമില്ല. താനേ പുറത്തായ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, എന്തു വേണമെങ്കിലും ചെയ്യാം. മതപ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമാണ്. ഇസ്ലാം മതപ്രകാരം നിങ്ങൾ ഇപ്പോൾ സ്വാതന്ത്ര്യമാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആ ഒരു മതത്തിൽ തന്നെ നിന്നാൽ എന്താണ് പ്രശ്നം? ആരും വിമർശിക്കാനും വരില്ല, കുറ്റപ്പെടുത്താനും വരില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പോ പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാ പറഞ്ഞ കേട്ടോ. ഓരോ മതത്തിനും അതിൻ്റെതായ വിധികളുണ്ട്. ആ വിധി അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. അതനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇസ്ലാം നിയമപ്രകാരം ഒരാളും മതത്തിൽ നിന്നും പുറത്താക്കേണ്ട ആവശ്യമില്ല. താനെ അങ്ങ് പുറത്താക്കി പോക്കാം. ഇത് തന്നെയാണ് കുറെ ആയിട്ട് ഞാനും പറയുന്നത്. ഇസ്ലാം മതത്തിന് അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. എനിക്കത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്, അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്, സ്ത്രീ വിരുദ്ധമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി ഞാൻ ആ മതം ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ ആ മതം ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. അപ്പം ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് വരില്ല, നിങ്ങളുടെ മതം ഞാൻ സ്വീകരിക്കില്ല. എന്നാലും നിങ്ങളുടെ ആരാധന അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെന്നെ നിങ്ങളൊന്ന് അനുവദിക്കുമോ എന്ന് ചോദിക്കുക. ഇനി മറ്റൊരു പ്രതികരണമുണ്ട് ഇവിടെ. ശ്രീലക്ഷ്മിയാണ്, നമ്മുടെ ഗുരുവായൂരപ്പന്റെ ട്യൂഷൻ സ്റ്റുഡന്റ്. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മാറ്റേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തതായിട്ട് കണ്ടു. അപ്പൊ അതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്റെ ധാർമ്മികതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം, ഞാൻ കണ്ണനെ വരച്ചത് തെറ്റാണോ 40 വട്ടം മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് അവർക്ക് തന്നെ ബോധമുണ്ട് അവരുടെ വര പെർഫെക്റ്റ് അല്ല എന്ന്. ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് 40 വട്ടം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്, മുട്ട ചേർക്കാത്ത കേക്ക് ഉണ്ട് എന്ന് അറിയില്ലേ? ഈ കേക്കുകൾ എത്ര തരമുണ്ട്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുട്ട ചേർത്തതായാലും ചേർക്കാത്ത കേക്കാണെങ്കിലും ഒരു കേക്കും കൊണ്ടുപോയി ഗുരുവായൂർ അമ്പലനടയിൽ, അതും അന്യമതസ്ഥയായ ഒരു സ്ത്രീ അവിടെ കയറരുത് എന്ന് അലിഖിത, സ്ത്രീ ആയാലും പുരുഷനായാലും അലിഖിത നിയമം നിലവിലിരിക്കെ അവിടെ പോയി കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഏതൊരു ആരാധനാലയത്തിലും, അത് ഹിന്ദുവിന്റെ ആയിക്കോട്ടെ, മുസ്ലിമിന്റെ ആയിക്കോട്ടെ, ക്രിസ്ത്യാനിയുടേതായിക്കോട്ടെ, ബുദ്ധമതത്തിൽപ്പെട്ടതായിക്കോട്ടെ, ഏതായാലും ആ ആരാധനാലയത്തിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാലിക്കപ്പെടേണ്ടതാണ്. അത് പാലിക്കാൻ മനസ്സില്ലാത്തവർ അങ്ങോട്ട് കുത്തിക്കയറി പോകരുത്, പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി ഞാൻ എങ്ങനെയാണ് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളോട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്കത് അറിയാം. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ വീട്ടിൽ, അതായത് നിങ്ങളുടെ കുടുംബത്തേക്ക് യാതൊരു പരിചയവുമില്ലാത്ത, അതായത് തികച്ചും അപരിചിതനായിട്ടുള്ള ഒരാൾ വരുന്നു. അയാൾ എനിക്ക് ശ്രീലക്ഷ്മി 2 പേര് വന്ന് ചോദിച്ചിരിക്കുന്നു, 3 ചോദ്യം. ഓക്കെ. അയാൻ പറഞ്ഞിരിക്കുന്നു, ഇസ്ലാമിനെ തകർക്കാൻ നിങ്ങളെ കൊണ്ട് കയ്യല്ല. പിന്നെ ആര് തകർക്കാൻ വന്നു? കയ്യുമോ? കയ്യില്ലേ? ആദ്യം നന്നായിട്ട് എഴുതാൻ പഠിക്കുക, മലയാളമെങ്കിലും അക്ഷരത്തെറ്റില്ലാതെ. ഇസ്ലാമിനെ തകർക്കാൻ ആര് വന്നു? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കുന്നു? ഇസ്ലാം തകർന്നു പോകുന്നു. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ ഇസ്ലാമിനെ തകർക്കാനാണ് ഞാൻ പറയുന്നത്? ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ ഇസ്ലാം തകർന്നു പോകുമെന്ന് നിങ്ങളുടെ ധാരണയാണ്. അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇസ്ലാം എന്താണ് എന്ന് വചനങ്ങൾ സഹിതം ഞാൻ പഠിപ്പിക്കുക. ഖുർആൻ, ഹദീസുകൾ, ഇസ്ലാമിക പ്രമാണങ്ങളൊക്കെ നൂത്തുവെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇസ്ലാം വിട്ടു പോകുമെന്ന് നിങ്ങൾ പേടിക്കുക. അതിപ്പോ നമ്മുടെ കുഴപ്പമല്ല. ഒന്ന്. പിന്നെ ഇബ്രാഹിം തയ്യിൽ, മതം ഉപേക്ഷിച്ച നിനക്ക് ആ പേരും മാറ്റിക്കൂടെ? ഇത് മുസ്ലിമിന്റെ പേരാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? എന്റെ പേര് മുസ്ലിമിന്റെ പേരാണ് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്ങനെ മുസ്ലിമിന് മാത്രമായിട്ട് പേരുണ്ടോ? ചന്ദ്രൻ മുസ്ലിം പേരാണോ? ഹിന്ദു പേരാണോ? ക്രിസ്ത്യൻ പേരാണോ? ബദർ, അറബിയിൽ ബദർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ഹിലാല്, ഹാഫ് മൂൺ, ഇതിനകത്തില്ലേ പേരൊക്കെ? ഹിന്ദുക്കളിലും ഇല്ലേ?
പിന്നെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകനിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ച അനേകം ആളുണ്ടായിരുന്നു, ഉമർ അടക്കം. അവരൊക്കെ പേരുമാറ്റിയോ? ആദ്യം ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചിട്ട് വേണം വന്ന് തള്ളിമറിക്കാൻ, കേട്ടോ. ഷെഫി, മതം ഉപേക്ഷിച്ച താങ്കൾ എന്തിനാണ് ആ പേര് ഉപയോഗിക്കുന്നത്? മാറ്റിക്കൂടെ? ഇത് തന്നെയാണ് പറയുന്നത്, കേട്ടോ. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരി, ഇനി ഇബ്രാഹിമിനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ പറഞ്ഞാല് അതിന് ഉത്തരം പറയാനിരിക്കുന്ന ആളല്ല ഞാൻ. വിഷയത്തിലേക്ക് വരാം. പെരുമാറണം. അയാൾ വരുന്നു, വന്ന കാര്യം എന്താണോ അത് ചെയ്ത് തിരിച്ചു പോകണം. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങളും അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? നിങ്ങൾ ഫോട്ടോ കൊടുക്കാൻ വന്നെങ്കിൽ ഫോട്ടോ കൊടുത്തിട്ട് തിരിച്ചു പോകണം. പക്ഷേ ഈ വന്നയാള് നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരിക്കുന്ന തിരിച്ചു പോകാൻ നേരം നിങ്ങളെ കുടുംബക്കാരെ മൊത്തം മുണ്ടുപൊക്കി കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഹായ്, മുണ്ടുപൊക്കി കാണിച്ചു, സൂപ്പർ, ഇനിയും വരണേ ഈ വഴി മുണ്ടുപൊക്കി കാണിക്കാനായിട്ട് എന്ന് പറയോ? അത് ഓടിച്ചിട്ട് തല്ലുവോ? അതായത് പ്രതികരിക്കുവോ? ഇത് തന്നെയാണ് ഇവിടത്തെയും പ്രശ്നം. ഒരു അമ്പലത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ആ അമ്പലത്തെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു ലംഘനമായി തോന്നിക്കഴിഞ്ഞാൽ പ്രതികരണം തീർച്ചയായും ഉണ്ടാകും. ആ പ്രതികരണമാണ് താങ്കൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതും താങ്കൾ ഈ മോങ്ങാനുള്ള കാരണവും. ഇനി അടുത്തത്, കണ്ണനാണ് ചെലവിന് വരുന്നത്. നിങ്ങൾക്ക് ഏത് കണ്ണനാണ് ചെലവിന് വരുന്നതെന്നൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ നിങ്ങളുടെ കാര്യം. പിന്നെ ഭഗവാൻ കണ്ണനാണ് ചെലവിന് വരുന്നതെങ്കിൽ അത് ഏത് തരത്തിലാണ് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആ പടം വിറ്റ് കിട്ടുന്ന കാശും കൊണ്ടാണ് അത്. ഈ പടം വരച്ച് നിങ്ങൾക്ക് കാശൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഭർത്താവിന് ജോലിയൊന്നുമില്ലേ? അല്ലെങ്കിൽ ഈ കണ്ണന്റെ പടം വരയ്ക്കുന്നതിന് മുൻപ് വരെ ഇതാരും വാങ്ങാതെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ ഹിന്ദുക്കൾ ആരും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും പ്രതികരിക്കുന്നില്ല എന്ന് വെക്കൂ. അതൊരു ചോദ്യമാണ് കേട്ടോ. ഇവരിപ്പോ കണ്ണന്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട് 11 വർഷമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഇവര് പട്ടിണിയായിരുന്നു. ചോദ്യമോ? ഈ കണ്ണന്റെ പടം ഞങ്ങൾക്ക് വേണ്ട എന്ന് എല്ലാവരും അങ്ങ് തീരുമാനിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ പടം ഒന്നും വരയ്ക്കാൻ അറിഞ്ഞൂടല്ലോ. കാരണം ഭഗവാൻ കണ്ണൻ വന്നിരുന്നത് എന്റെ പടം മാത്രം വരച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് ട്യൂഷൻ എടുത്ത് വന്നിരിക്കുന്നതല്ലേ. അപ്പൊ പിന്നെ ഈ പടം എല്ലാ വീടുകളിലും ഈ പടം അങ്ങ് ആയി കഴിഞ്ഞു എന്ന് വെക്കുക. വേണ്ടാന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് പണിയെടുത്ത് ജീവിക്കും? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളും എങ്ങനെ ജീവിക്കും? അപ്പൊ എന്താണ് എന്ന് പറയണത്, ഈ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന ഈ എന്ന് പറഞ്ഞ് 10 കരച്ചു കയറിയുമ്പോൾ അയ്യോ മൊച്ച പോകല്ലേ, അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറയുന്നത് പോലെ ആരും വന്ന് നിങ്ങളെ കാല് പിടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത് വെറും തെറ്റായ ധാരണയാണ്. ഒരു അമ്പലത്തിൽ നിന്നല്ല, ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ പോലും, ഈവൻ ഒരു അതും പോട്ടെ ഒരു പ്രൈവറ്റ് പ്ലേസിൽ ആണെങ്കിൽ പോലും, ഒരു വീടിന്റെ ഉള്ളിൽ ആണെങ്കിൽ പോലും പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കരച്ചിലുകൾ ഇനിയും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഇനി ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയും, അതിന്റെ മറുപടി ഞാൻ തരാം. ഓക്കെ, അപ്പൊ ശരി. ഇങ്ങനെ ഓരോരുത്തരും പ്രതികരിച്ചു തുടങ്ങി. ആദ്യം നമ്മൾ കണ്ടത് ഒരു ഇസ്ലാമിക പക്ഷത്തു നിന്നും ഒരാൾ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നതാണ്. ഇബ്രാഹിം തയ്യിൽ, നീ പഠിച്ച ഖുർആനിൽ സ്ത്രീകൾ തലമറയ്ക്കണമെന്ന് നീ പഠിച്ചിട്ടില്ലേ? ഇല്ല. ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? ആർക്കും ഇഷ്ടമുള്ള എന്തും വരയ്ക്കാം, വരച്ചോട്ടെ. മോട്ടോർ സൈക്കിളൊക്കെ വിറ്റ് കടമൊക്കെ വീഡിയോ ചെയ്തോന്നാ ചോദിക്കുന്നത്. പട്ടിണി മാറിയോ? മൂന്തയുടെ ആ ഓഞ്ഞ ഷേപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല, നല്ല പട്ടി ലുക്കുണ്ട്. അത് നമ്മുടെ സൃഷ്ടാവിന്റെ കുഴപ്പമില്ലടാ. അഹ്സനുൽ ഖാലിക്ക്, ഞാൻ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവനാണെന്ന് പറഞ്ഞില്ല. അയാൾ നമ്മളെ പറ്റിച്ചതല്ലേ, കള്ളം പറഞ്ഞതല്ലേ. ആളെ പറ്റിച്ചു മാത്രം ശീലമുള്ള പടച്ചവും പറഞ്ഞു ഞാൻ അഹ്സനുൽ ഖാലിക്കാണെന്ന്. ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ സൃഷ്ടി വൈഭവമാണ് ഈ കാണുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെ അള്ളാഹു മനോഹരനായി സൃഷ്ടിച്ചു, എന്നെ അള്ളാഹു ഞാൻ പട്ടിയെ പോലെ സൃഷ്ടിച്ചു. ആ പടച്ചവന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലടാ അത്. അതല്ലടാ അവിടെ പറയേണ്ടത്. വേറെ പണിയൊന്നുമില്ല. ഷിൻഫ, ഇവളത് കേൾക്കാൻ നീ പോയിക്കോ. നിന്നെ ആര് വിളിച്ചു? നീ പോയി നിന്റെ പണിയേടി, ഓടി ഇറങ്ങി. ക്രിസ്റ്റീന, താങ്ക് യു. ഓക്കെ, അപ്പോ ഇനി ഇവർക്ക് പറയാനുള്ളത്, ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനവും ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്ത് കലാപമാണ് ഇവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത്? ഞാൻ ചെയ്ത തെറ്റെന്താണ്? എന്റെ പുറകിൽ ആരാണുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. ഞാനും 2 മക്കളുമാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറൊരാൾ സഹായത്തിനില്ല. പിന്നെ എൻ്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ പറച്ചിലിന് ഒരാള് മറുപടി പറയുന്നുണ്ട്. നോക്കിക്കോ, ശ്രീലപിള്ള.
നമസ്തേ. ഞാൻ 8 മണിക്ക് ക്ഷമിക്കണം 7 മണിക്ക് ലൈവ് വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. കാരണം എനിക്ക് ഇന്ന് ഇച്ചിരി 8 മണി കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് അല്പം കൂടി നേരത്തെ വന്നതാണ്. അപ്പം എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കണേ. കൃഷ്ണാഷ്ടമിയോടനുബന്ധിച്ച് ഇവർ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നും ആ സമയത്ത് അതിന് മുമ്പ് തന്നെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇവരവിടെ എത്തുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസിനെ അലർട്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യത്തെ പരാതി നൽകിയത്. ആ പരാതി അവർ കമ്മീഷണർക്ക് DGPയുടെ ഓഫീസിൽ നിന്ന് കൈമാറിയതായി സൂചനയുണ്ട്. പക്ഷെ അതിന്മേൽ നടപടിയൊന്നും എടുത്തില്ല. ഒരു സെക്കൻഡ്, ഇവിടെ ഈ നിൽക്കുന്ന ചാറ്റിൽ നിൽക്കുന്ന ആളുകളോടാണ് ശ്രദ്ധിച്ചു. വിഷ്ണു എയ്സഡ് അവരെഴുതിയിരിക്കുന്ന ആ കമന്റ് ഒന്ന് നോക്കിക്കേ. ഇതാരെഴുതിയതാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. ഈ രൂപത്തിൽ ഹിന്ദു നാമവും വെച്ച് വരുന്ന ഇസ്ലാമിക വിശ്വാസികളെ, മുറിയണ്ടികളെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞു വെറുതെ എന്തിനാ കടന്ന് കീറുന്നേ? അക്ഷരത്തെറ്റ് മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഇറങ്ങി പോണം. ഹേ, നിങ്ങളെ ആരെങ്കിലും വിളിച്ചോ? ക്ഷേത്രത്തിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പരാതിയും DGPക്ക് നൽകിയിട്ടുണ്ട്. ആ പരാതി അവിടെ നിന്നും കമ്മീഷണർക്ക് അയച്ചു എന്ന് എനിക്ക് വ്യക്തമായി സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മെയിൽ ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല ഈ കേസ് കോടതിയിലേക്ക് കൂടി എത്തുന്നു. അതുകൊണ്ട് ഇനി ആ വിഷയത്തിൽ, കോടതിയിൽ എത്തുന്ന ഒരു വിഷയത്തിൽ മറ്റു പ്രതികരണങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് കോടതിയിലേക്ക് എത്തുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച ഒരു പ്രധാന ആരോപണം, ഇവർ ഏതോ മൗലികവാദ ശക്തികളുടെ പിടിയിലാണെന്ന സംശയം എനിക്കുണ്ട്. അവരുടെ ഏജന്റായും ചട്ടുകമായും ഒക്കെ ഇവർ പ്രവർത്തിക്കുന്നു എന്ന സംശയം കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ, ചില സൂചനകളൊക്കെ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ആ തെളിവുകളും സൂചനകളും എല്ലാം വെച്ചുകൊണ്ട് പറ്റുന്ന കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ, ശബ്ദം കുറവാണ് അല്ലെ, പറ്റുന്ന കേന്ദ്ര ഏജൻസികളുടെ ഒക്കെ അടുത്തേക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും കൈമാറാൻ തയ്യാറാണ്. ഏതായാലും എന്റെ കയ്യിലിരിക്കുന്ന തെളിവുകളെല്ലാം ഞാൻ അന്വേഷണ ഏജൻസിക്ക് കൈമാറും. അതുകൊണ്ട് എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. സാധാരണഗതി ഞാൻ നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനത്തെ നിയമപരമായ കാര്യങ്ങൾ പുറത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം ഞാനിപ്പോൾ തൽക്കാലം ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. പരാതി നൽകിയിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് മറ്റൊരു വിഷയമാണ്. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒരുപോലെ അവഗണിക്കുകയും അല്ലെങ്കിൽ അവഗണിക്കപ്പെടേണ്ടിയോ വന്ന ഒരു വാർത്തയാണ് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളപ്പോൾ പോലും ആഷിക് അബുവിന്റെയും റീമ കല്ലിങ്ങിന്റെയും നേരെ ഉയർന്ന ഒരു ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ. അവർ നിരവധി സ്ത്രീകളെ, ജസ്നയെ സംബന്ധിച്ച് ഇവരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവരൊക്കെ കേസുകളും കൊടുത്തിട്ടുണ്ട്. കാരണം അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായവുമുണ്ട്. ഓക്കെ, ഇനിയും ഒരു ഉസ്താദിന്റെ അല്ല, ഒരു മുസ്ലിം പക്ഷത്ത് നിന്നൊരാളുടെ പ്രതികരണം. ഗുരുവായൂര് നടയിൽ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളുകളെ നിങ്ങളുടെ വീഡിയോ കാണുന്നു. ശ്രദ്ധക്കായിട്ടും സമൂഹത്തിന്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയാണ്. ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഞാൻ ഇനി ആ നടയിലേക്ക് പോകുന്നില്ല. ഭക്തി മനസ്സിൽ മതി, അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കും. സഹോദരി ജസ്ന സലീം ഒരുപാട് നാളുകളെ നിങ്ങളുടെ വീഡിയോ കാണുന്നു. ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാതെ നിന്നത്. നിങ്ങൾ ഏതൊരു ചിത്രം വരയ്ക്കുന്നതിനോ, അതായത് ശ്രീകൃഷ്ണന്റെ ചിത്രമോ അല്ലെങ്കിൽ ആരുടെ ചിത്രം വരയ്ക്കുന്നതിനോ ആർക്കും ഒന്നിനും ഒരു തടസ്സവുമില്ല. നിങ്ങൾക്ക് വരയ്ക്കുന്നതിന് പ്രശ്നമില്ല. നിങ്ങൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മതത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് മറ്റൊരു മതത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചില അതിന്റെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഉള്ള ആളുകൾ അതിന്റെ വിശദാംശങ്ങൾ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ വേറൊരു മതത്തോടാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ആ മതം സ്വീകരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട മതത്തിൽ നിങ്ങൾക്ക് മാറാം. നിങ്ങൾക്ക് ആ മതത്തിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആ മതത്തിന്റെ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം നിർവഹിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അതല്ല. നിങ്ങൾ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലത്തിന്, ഞങ്ങൾ ഗൾഫിൽ നിന്ന് പോലും ഞങ്ങളുടെ കളിയാട്ടത്തിനൊക്കെ ഞങ്ങൾ കൽസം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലുള്ള എനിക്ക് കളിയാട്ടത്തിന്. അതിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് ആ സമയമാകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് അമ്പലത്തിലൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. ഞങ്ങൾ നല്ല സൗഹാർദ്ദമാണ്. ഞങ്ങൾക്ക് ഒരു വിലപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ അവരെ ഒരു ഇതും അമ്പലത്തിന്റെ ഒരു കാര്യങ്ങൾ ഞങ്ങൾ ചൂഷണം ചെയ്യുന്നില്ല. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നിങ്ങൾ വേറൊരു മതസ്ഥയാണ്. നിങ്ങൾ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് സിമ്പതി പറ്റുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ബുദ്ധിയിലെ ആളുകൾക്ക് തോന്നാം, കാരണം ഇത് നിങ്ങളൊരു കാശ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആണ്, നിങ്ങൾ അവിടെ ഒരു മതത്തിന്റെ പേരിൽ ഒരു മുതലെടുക്കലാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന ബുദ്ധിയിലെ ആളുകളാണ് ഈ പ്രതികരിക്കുന്നത്. അല്ല, ഈ വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വിട്ട് നിങ്ങളെ മറ്റേ മതത്തിൽ നിന്ന് വന്നതാണ്, നിങ്ങൾ വേറൊരു മതത്തിലേക്ക് നിങ്ങൾ എങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ എന്ന് വർഗീയപരമായി ചിന്തിക്കുന്ന ആളുകളാണ്. വർഗീയപരമായി ചിന്തിക്കാത്ത ആളുകൾ അവർക്ക് നിങ്ങളുടെ സ്വഭാവം നല്ലപോലെ മനസ്സിലായതുകൊണ്ടാണ്. കാരണം നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുതലെടുക്കുകയാണ്. നിങ്ങൾ ആ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ നിങ്ങൾ വരക്കുന്ന സ്നേഹം കൊണ്ടല്ല, നിങ്ങൾ പണത്തിന് വിൽക്കുന്നതാണ്. അതിന് നിങ്ങൾക്ക് ഒരു ബിസിനസ് ആണത്. അതിന് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ അത് മറ്റുള്ളവർ അവരുടെ ബുദ്ധിയുള്ള ആളുകൾ ഇഷ്ടംപോലെ ഇല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇന്ത്യയിൽ വർഗീയപരമായിട്ട് നിൽക്കുന്ന ആളുകൾ ചുരുങ്ങിയ ശതമാനം ആളുകളേ ഉള്ളൂ.
ബാക്കിയെല്ലാം നല്ല രീതിയിൽ നല്ല സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ അമ്പലത്തിൽ, ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലം, ഞാൻ മുസ്ലിമാണ്, ഞാൻ പള്ളിയിൽ എങ്ങനെ കാണുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ അമ്പലത്തിനെയും കാണുന്നത്. ഞങ്ങൾ ഇപ്പൊ പള്ളിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഒരു പാട്ടെല്ലാം വെച്ചിട്ട് വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോൾ പള്ളിനെ ബഹുമാനിച്ചിട്ട് പാട്ട് ഓഫ് ചെയ്യും. അതേപോലെ ഞങ്ങൾ അമ്പലത്തിന്റെ മുമ്പിൽ പോകുന്നുണ്ടെങ്കിൽ മുമ്പിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ പാട്ട് ഓഫ് ചെയ്യും. അത് മാത്രമല്ല, ഞങ്ങൾ ഈ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ അതിന്റെ മുമ്പിൽ പോകുന്നുണ്ടെങ്കിൽ പാട്ടെല്ലാം വെച്ച് പോകണമെങ്കിൽ ഞങ്ങൾ പാട്ട് വയ്ക്കും. കാരണം ഇത് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മറ്റ് മതസ്ഥരുടെ ഒരു ആരാധന വസ്തുക്കളെയും നിന്ദിക്കാൻ പാടില്ല എന്നുള്ളത് അത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷെ നിങ്ങൾ വേറെ രീതിയിലുള്ള ഒരു ബിസിനസ് ആക്കിയിട്ട് ഇത് മാറ്റിയത് കൊണ്ടാണ് പലരും ഇതിനെതിരെ സംസാരിക്കുന്നതും, ബുദ്ധിയുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതും, ബുദ്ധിയില്ലാത്ത ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വർഗീയവാദമായിട്ട് ചിത്രീകരിക്കുന്നതും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സഹോദരി എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, നിങ്ങളുടെ മതത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാനുള്ള അധികാരം, സ്വാതന്ത്ര്യവും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഇനി നിങ്ങൾ ഈ മതത്തിൽ നിന്നിട്ട് തന്നെ മറ്റുള്ള മതത്തിലേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെയും നിന്നോളൂ, ഇതിൽ ആരും വിഷമമില്ല. പക്ഷെ നിങ്ങളെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തെന്ന് പറഞ്ഞാൽ ഇത് പരമാവധി ആരൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു അവരൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, മതത്തിന്റെ പേരിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഭക്തി കൊണ്ടോ അല്ല ഭക്തി ആയതുകൊണ്ടോ അങ്ങനെ അതൊന്നും അല്ല എന്നുള്ളത് നിങ്ങളുടെ സംസാരത്തിലൂടെയും നിങ്ങളുടെ കാര്യത്തിലാണ്. കാരണം ഇനി നിങ്ങൾക്ക് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വിറ്റിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കുറച്ച് റീച്ചും കാര്യങ്ങളെല്ലാം ആയി കിട്ടി. ഇനി നിങ്ങൾക്ക് അതിൽ നിന്നുള്ള വരുമാനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കണ്ടന്റ് ഇല്ല, നിങ്ങൾക്ക് ഇതേ കണ്ടന്റ് ഉള്ളൂ. ഇനി നിങ്ങൾ പുതിയ കണ്ടന്റ് കണ്ടെത്തിയിട്ട് വരണം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള കണ്ടന്റ് ഈ ശ്രീകൃഷ്ണനും ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് വരുന്ന പായസം, ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന അരവണ പായസം വരെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയും ഞങ്ങൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങളാരും അവരെ മുതലെടുക്കാറില്ല, അവർ ഞങ്ങളെയും മുതലെടുക്കാറില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ സഹോദരി ഇതിലൊന്നും പ്രശ്നമാക്കണ്ട. ഇത് നിങ്ങളുടെ റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ രീതിയിൽ ജീവിച്ചോളൂ, മറ്റുള്ളവരെ മുതലെടുക്കാതെ ജീവിച്ചോളൂ. അങ്ങനെ മുതലെടുക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആളുകൾ പ്രതികരിക്കും. ഇത് തന്നെയാണ് ഓരോ മുസ്ലിമിനും പറയാനുള്ളത്. മുസ്ലിങ്ങളും മാത്രമല്ല മറ്റുള്ളവരും ഇതേ രൂപത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകാം, ആരും അതിന് തടസ്സമല്ല, ആരും അതിന് എതിരുമല്ല. പക്ഷേ ഇവിടെ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അവരുടെ ആരാധനാലയങ്ങളിൽ കടന്നു ചെന്ന് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവിടെ ഒരു കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവിടെ തട്ടമിട്ടു വന്നിട്ട് ഇന്നലെ കണ്ടില്ലേ മറ്റൊരു മുസ്ലിം പെണ്ണുകൂടി അതേപോലെ തന്നെ ഗുരുവായൂരിലെത്തി തട്ടമിട്ട് മുല്ലപ്പൂ വാങ്ങി റീൽസ് എടുക്കുന്നു. ഇതിപ്പോ ഗുരുവായൂർ അമ്പലം എല്ലാവർക്കും പോകാവുന്ന ഒരു കേന്ദ്രമാണ് എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് സ്വാഭാവികമായും വിശ്വാസികളാകുന്ന ആളുകൾ പ്രതികരിക്കുന്നു. ഇനിയിപ്പോ ഒരു യുവാവ് ഏതാണ്ട് ഹിന്ദുക്കൾക്ക് പറയാനുള്ളത് മുഴുവനും ആ യുവാവ് അങ്ങ് പറഞ്ഞു തീർത്തു എന്നുള്ളതാണ് സത്യം. നിലവില് ഈ ലൈവിന് ഒരു വ്യൂ എങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വിഷയം എനിക്ക് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഒരു വ്യൂവേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ വോയിസും അതുപോലൊക്കെ പറയുന്നതെല്ലാം ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗുരുവായൂരിലെ ഒരു ബാലാമണി താത്തയും അവരെ വരയ്ക്കുന്നതായ അവർക്ക് ജന്മസിദ്ധമായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയ, ഭഗവാനെ ഞാൻ പറയുള്ളൂ, ഭഗവാനെ വരയ്ക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അനുഗ്രഹിച്ച് നൽകിയ ജന്മസിദ്ധമായ ഒരു കലയായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണിക്കും ജന്മാഷ്ടമി നാളിലും വിഷുവിനും ഭഗവാന് ആ ഒരു ചിത്രം സമർപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവർ ഗുരുവായൂരിൽ ആ ചിത്രം സമർപ്പിക്കുന്നത് കൊണ്ടും ഗുരുവായൂരിൽ പോയി കേക്ക് കട്ട് ചെയ്യുന്നതും ഒക്കെ യുക്തിക്കനുസരിച്ച് ഓരോ ഹിന്ദുക്കളും വിചാരിക്കുക ഇത് വേറെ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ താത്ത അവിടെ ഓടത്തില്ലേ കണ്ടം വഴി. എന്റെ ഒരു സംശയമാണ്, ഗുരുവായൂരപ്പൻ എത്രയോ ലോകത്തുള്ള എല്ലാ ഭക്തന്മാരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഹൈന്ദവന്റെ ഒരു ആസ്ഥാനം തന്നെയാണ് ഗുരുവായൂരും ശബരിമലയും തിരുവാറന്മുളയല്ല. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം നമ്മൾ കണ്ടു. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അടുത്തിടെ ബിരിയാണി വിളമ്പിയത് അവിടുത്തെ ഒരു എന്തോ ഒരു പാർട്ടിയുടെ അവിടെ ജീവനക്കാരന്റെ മകന്റെ എന്തോ ഒരു വിശേഷവുമായി സംബന്ധിച്ച് ഗുരുവായൂരിലെ പോലെ തന്നെ നമ്മുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒരു വിവാദം ഉണ്ടായതൊക്കെ എല്ലാവരും അറിഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഹൈന്ദവന്റെ ആരാധനാലയങ്ങളിൽ മാത്രം ഇങ്ങനെ ഒരു അജണ്ടയോടുകൂടി കുറച്ചുപേർ പ്രവർത്തിക്കുന്നത്? ബാലാമണി താത്തയോട് പറയാനുള്ളത് ഓരോ ഹിന്ദുവും തുറന്നു തന്നെ പറയണം. ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ബാലാമണി താത്തയുടെ ഒരു വീഡിയോ കാണുകയുണ്ടായി. എന്നാൽ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും ആരാധന നിർവഹിക്കുവാനും നിലവിളക്ക് തെളിയിക്കുവാനുമായിട്ട് അവൾ വരയ്ക്കുന്ന ചിത്രം പുറത്തു വിട്ടതാണോ, താൻ ചെയ്ത തെറ്റെന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ആദ്യമേ ബാലാമണി താത്ത ഒരു കാര്യം മനസ്സിലാക്കണം. ഹിന്ദു നിങ്ങൾ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പേ ഹൈന്ദവ ഭവനങ്ങളിൽ പ്രഭാത സന്ധ്യയിലും പ്രസന്ധ്യ സമയത്തും മണ്ണെണ്ണ വിളക്കോ മെഴുകുതിരിയോ അല്ല കത്തിച്ചിരുന്നത്. അന്നും നിലവിളക്ക് കത്തിക്കാറുണ്ട്, വിധിപ്രകാരം തിരികിട്ട് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ എല്ലാവിധമായ ഈശ്വരീയമായ ഊർജ്ജങ്ങളെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ നിലവിളക്ക് തെളിയിച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഹിന്ദുക്കൾ എല്ലാവരും കൂടി ഒരു റിവഞ്ചിന് ഒരുക്കി കഴിഞ്ഞാൽ ബാലാമണി താത്ത ശരിക്കും പറഞ്ഞ പിച്ചച്ചട്ടി എടുക്കും. കാര്യം എന്ന് വെച്ചാൽ ഈ ചിത്രം പൈസ കൊടുത്ത് ഇവരുടെ നിന്ന് വാങ്ങിച്ചവരെല്ലാം ഈ ചിത്രം തിരികെ കൊടുത്ത് ആ പൈസ തിരിച്ചു വാങ്ങിക്കുവാണെങ്കിൽ ബാലാമണി താത്ത ശരിക്കും വലയത്തില്ലേ? അതുപോലെ തന്നെ ഇവര് അഷ്ടമരോഹിണിയുടെ എന്നാണ് തോന്നുന്നു, ഞാൻ ആറന്മുള ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ കണ്ട രാവിലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കാണുകയുണ്ടായി ബാലാമണി താത്ത മല്ലിൽ നിൽക്കുവാണ്. ഒരു ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ദീപസ്തംഭത്തിന്റെ ആ ഭാഗത്താണ് വലിയ നിൽക്കുന്ന ഏതോ ഒരു ഭക്തനോടോ അങ്ങനെ ഒരു ചൂടാവുകയാണ്. ഇവർ പ്ലാൻ ചെയ്തെത്തിയതാണ് അവിടെ കലഹം ഉണ്ടാകാൻ.
അതൊരു മോസ്കോ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ആരാധനാലയോ ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? എന്നാൽ ഹൈന്ദവർ തന്നെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിധത്തിൽ. പാവം പിടിച്ച ഹൈന്ദവർ വ്രതമെടുത്ത് നിഷ്കാമമായ ഭക്തിയോടുകൂടി വരയ്ക്കുന്ന കണ്ണന്റെ ഒരു ചിത്രത്തിന് അല്ലെങ്കിൽ ഭഗവതിയുടെ ഒരു ചിത്രത്തിന്, ശബരിമല ശാസ്താവിന്റെ ഒരു ചിത്രത്തിന് ഒരു വിലയുമില്ല. തട്ടമിട്ട് ആരെങ്കിലും ഒന്ന് വരച്ചോ അത് വൈറലാകും, അല്ലെങ്കിൽ കൊന്നയിട്ട് ആരെങ്കിലും ഒന്ന് വരച്ചോ അത് വൈറലാകും. എന്തുകൊണ്ടാണ് ഹിന്ദു ഇങ്ങനെയായി മാറുന്നത്? ഹിന്ദുവിനെ പലപ്പോഴായിട്ടും വേട്ടയാടാനായിട്ട് കാരണമാകുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. ബാലാമണി താത്ത വരച്ചതല്ലേ ഉണ്ണികൃഷ്ണന്റെ ആ ചിത്രം വൈറലായത്. ഞാൻ അതുപോലെ തന്നെ എനിക്ക് 1 വർഷത്തിന് മുമ്പേ എനിക്ക് പറയാം 100 വട്ടം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എത്രയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇസ്ലാമിക ഭക്തിഗാനങ്ങൾ പാടാറുണ്ട്, വൈറലാകാറുണ്ടോ? തട്ടമിട്ടൊരു പെണ്ണ് ഹൈന്ദവ ഭക്തിഗാനം പാടിയാലോ ഒക്കെ കൊണ്ട് നടക്കൂലേ? അതേപോലും ഇന്നലെ എന്നെ ഒരു യുവാവ്, ഇസ്ലാം മതവിശ്വാസിയായിരുന്നു, അയാളിപ്പോൾ മതവിശ്വാസിയല്ല, അയാൾ ഒരുപാട് കണ്ണൻ്റെ നല്ല നല്ല കുറച്ച് ചിത്രങ്ങൾ എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇതൊക്കെ ടീച്ചറെ ഞാൻ വരച്ചതാണ്, പക്ഷെ എനിക്കൊരു അടിപൊളി ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ആ ചിത്രങ്ങളൊക്കെ. ഫോണ് ഞാനിപ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ അയാൾ പറയണത് എനിക്കൊരു ബിസിനസ് അല്ല ടീച്ചറെ, ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴേക്ക് വരയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ. ഒറ്റ നോട്ടത്തിൽ കണ്ട ചില ചിത്രങ്ങളിലെ കഥ പറയുന്ന, ജീവനുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ചിത്രങ്ങൾ, അതുപോലെ ജീവനുള്ളത് എന്ന് തോന്നുന്ന വ്യത്യസ്തമായ ചിത്രങ്ങളെല്ലാം കണ്ണൻ്റെ ചിത്രങ്ങൾ തന്നെയാണ്. അയാൾ പറയണത് ചുമ്മാ ഒഴിവ് കിട്ടുന്ന സമയത്ത്, ഞാൻ ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് സാധാരണഗതിയിൽ ചുമ്മാ ഒന്ന് വരയ്ക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ ഓർഡർ തന്നാൽ വരച്ചു കൊടുക്കും. ഇതുവരെ 1 രൂപ പോലും ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. എത്രയോ ഹിന്ദുക്കളുണ്ട്, എത്രയോ ക്രിസ്ത്യാനികൾ, എത്രയോ ഇസ്ലാം മതവിശ്വാസികൾ വ്യത്യസ്തമായ ചിത്രങ്ങൾ വരയ്ക്കും. അത് പലരുടെയും ഉപജീവന മാർഗമാണ്. പക്ഷെ ഇങ്ങനെ ഒരു വൈറൽ ചിത്രവും ചിത്രവരയും എന്തോ നമ്മളാരും കണ്ടിട്ടില്ല. ശരിക്കും ഇത്രയും ഞാൻ പറയുന്നത് ആരും കേൾക്കാനില്ലെങ്കിൽ പോലും എന്നെ ഇത്രയും രോഷാകുലനായി തീർത്തത് ഇന്നലെ ബാലാമണി താത്തയുടെ ഒരു വീഡിയോ കണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഹൈന്ദവർക്ക് വിളക്ക് കത്തിക്കാനായിട്ട് ഈ ബാലാമണി താത്ത വരച്ച ഒരു ചിത്രം കാരണമായി എന്നാണ് താത്ത പറയുന്നത്. അതായത് ഹൈന്ദവർക്ക് വിളക്ക് തെളിയിക്കുവാനായിട്ട് ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു, അതുകൊണ്ടാണ് ഹൈന്ദവരെല്ലാം ഇപ്പോൾ തനിക്ക് നേരെ തിരിഞ്ഞത് എന്നാണ് ബാലാമണി താത്തയുടെ അഭിപ്രായം. അപ്പം ഈ ചിത്രം വാങ്ങിച്ചവരെല്ലാം ഒരു ദിവസം ബാലാമണി താത്തയെ വിളിച്ച് ചിത്രം വേണ്ട, ചിത്രം വാങ്ങിച്ച പൈസ ഇങ്ങനെ തന്നേക്കൂ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ബാലാമണി താത്ത വലഞ്ഞു പോവുകയുള്ളൂ. എനിക്ക് ഇവിടെ മറ്റൊരു സമൂഹത്തിനോടുള്ള ശത്രുത എനിക്കില്ല. ഞാൻ ആദ്യമേ പറയുന്നു, എനിക്ക് അതൊരു മുസ്ലിം കുട്ടി ആയതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും ഹൈന്ദവരെ നിങ്ങളെ കുതിര കയറാൻ സമ്മതിക്കരുത്. കാര്യം ഇതേ ബാലാമണി താത്ത തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 6 മാസങ്ങളായെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതൊന്നും നമ്മൾ നോക്കി വെക്കാറില്ലല്ലോ. ഗുരുവായൂരപ്പന്റെ ദീപസ്തംഭത്തിന് മുമ്പിൽ എത്രയോ ഭക്തന്മാർ, നമ്മൾ പറയുമല്ലോ അസ്പഷ്ടം ദൃഷ്ടം മാത്രമേ. നമ്മൾ കാണുന്നതിലല്ല ഭഗവാൻ നമ്മളെ കാണുന്നതിലാണ് കാര്യം. അത് വാസ്തവത തന്നെയാണ്. അങ്ങനെ കാണുന്ന ഭഗവാന് അവിടെ എത്തുന്ന ഓരോ ഭക്തന്മാരുടെയും മനസ്സിലേക്കും അറിയാം. അതാണ് സത്യം. അത് ഗുരുവായൂരപ്പനും അറിയാം, തിരുവാറുമുളയപ്പനും അറിയാം, ശ്രീപത്മനാഭനും എല്ലാവർക്കും അറിയാം. അപ്പൊ അതാണ് മേൽപ്പത്തൂർ ഉദ്ദേശിച്ചിരിക്കുന്നത് അസ്പഷ്ടം ദൃഷ്ടം മാത്രമേ. നമ്മൾ കാണുന്നതിലല്ല കാര്യം, നമ്മളെ കാണുന്നതിലാണ് ഭഗവാൻ കാര്യം. അങ്ങനെ ഇരിക്കുന്നതായ ആ ഭഗവാന് എന്താണോ നമ്മുടെയൊക്കെ ചിന്തയിലൂടെ കടന്നു പോകുന്നത് അതെല്ലാം അറിയാം. അങ്ങനെ ബാലാമണി താത്തയുടെ നാവിൽ സരസ്വതിയോ വികട സരസ്വതിയോ വിളയാടി പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഹൈന്ദവർക്ക് ദീപം കൊടുത്താൻ താനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് താത്ത പറഞ്ഞിരിക്കുന്നത്. എന്ന് തന്നെയാണെങ്കിലും കൊള്ളാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരുന്നതാണ്. കോവിഡ് വരുന്നതിന് മുമ്പ് എല്ലാ മാസം തുടിയിലും പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഗുരുവായൂരപ്പന്റെ ആ ശ്രീകോവിലിന് ചുറ്റിലും തന്നെ അനേകം പ്രത്യേകതകളുള്ള ചുവർചിത്രങ്ങളുണ്ട്. നമ്മുടെ മേൽപ്പത്തൂരുമായി ബന്ധപ്പെട്ട നമ്മുടെ താമരക്കണ്ണൻ ആ ചിത്രം കാണാൻ ഒരു ഭാഗ്യം വലിയ ഗുരുവായൂരപ്പൻ തന്നിട്ടുണ്ട്. അങ്ങോട്ട് എപ്പോഴും പ്രവേശനമില്ലെങ്കിലും അതെല്ലാം ഇവിടെ പറയണമല്ലോ. ഭക്തവത്സലായ ഭഗവാനാണ്. ഭക്തരെ ഒരുപാട് കാലം പറ്റിക്കപ്പെടാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ സമ്മതിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ അവിടെ പോയി എന്തിനാണ് കേക്ക് മുറിക്കുന്നത്? കേക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ബാലാമണി താത്തയ്ക്ക്. കാര്യം ക്ഷേത്രവിധി പ്രകാരം അവിടെ നിഷിദ്ധമായ കാര്യങ്ങളാണ് ഇതെല്ലാം. അവിടെ ഭഗവാന്റെ നമ്മൾ എത്രയോ ഒരു ബഹുമാനത്തോടു കൂടിയാണ് ഭഗവാന്റെ ആ ഒരു മുരളികയെ ശ്രീകൃഷ്ണന്റെ അടയാളമായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്. അവരവിടെ പോയി കാണിക്കുന്ന ഭൂമിക്കും തോന്നിയവാസങ്ങളും ഒന്നും ഒരിക്കലും ഒരു ഹൈന്ദവന് ഒരു ഭക്തൻ എന്ന നിലയിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ഈ അഷ്ടമിരോഹിണി നാളിൽ അവിടെ നടന്ന ഒരു മൽപിടുത്തത്തിൽ അവര് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം കേട്ടില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാം മത വിശ്വാസ പ്രകാരം ആ രൂപത്തിൽ നിങ്ങൾക്ക് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ വരാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചന്ദനക്കുറി തൊട്ട് പൊട്ട് തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനാലയത്തിൽ പോകാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. മുസ്ലിങ്ങളൊക്കെ ഏറെ മാറി ചിന്തിക്കുന്ന കാലഘട്ടമാണ്. എല്ലാവരും ഒരേപോലെ 3 നേരം മതമൊന്നും തിന്ന് ജീവിക്കുന്ന ആളുകളല്ല. അപ്പോ മറ്റൊരു പ്രതികരണം കൂടി കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസ്ന സലീം എന്ന ഒരു സ്ത്രീയെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാത്ത ചർച്ച നടത്തുകയാണ്. സത്യത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റെതസ്കോപ്പ് ധരിച്ചവൻ ഡോക്ടറാകില്ല. പച്ച ഷർട്ടിട്ടു എന്ന കാരണത്താൽ അവൻ ലീഗാവൂല. ചുവപ്പ് ഷർട്ടിട്ടു എന്ന കാരണത്താൽ മാർക്സിസ്റ്റ് ആകൂല. കതിർ ഷർട്ടിട്ടു എന്ന കാരണത്താൽ കോൺഗ്രസ് ആകില്ല. മറിച്ച് ഈ സ്റ്റെതസ്കോപ്പിന്റെയും പച്ചയുടെയും കതിറിന്റെയും ചുവപ്പിന്റെയും ഒക്കെ ആശയം ഉൾക്കൊള്ളുമ്പോഴാണ് അവൻ അതിന്റെ ആളായി മാറുന്നത്. എന്നതുപോലെ ഇസ്ലാമിന്റെ പേര് വെച്ചു എന്ന കാരണത്താൽ ഒരാൾ മുസ്ലിം ആകൂല.
മറിച്ച് ആ ഇസ്ലാമിക സംസ്കാരങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുമ്പോഴാണ് അവൻ മുസ്ലിം ആവുക. ഇന്നദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു സ്ഥാപിച്ച മതം അത് ഇസ്ലാമാണ്. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ അടുത്ത് നിന്നുകൊണ്ടൊരു സഹോദരി മറ്റു മതസ്ഥരുടെ ദൈവങ്ങളെ, അവർ ബഹുമാനത്തോടെ കാണുന്ന, ആദരവോടെ കാണുന്ന ആരാധ്യ വസ്തുക്കളെ മറ്റുള്ളവർ ആരാധിക്കുന്നതും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതുമൊന്നും ഒരു മുസ്ലിമായ ആളുകൾക്ക് യോജിച്ചതല്ല. ഹിന്ദു സുഹൃത്തുക്കൾ അവരുടെ ഏറ്റവും ഭക്തി ദൈവമായി കാണുന്നവരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ഒരു മുസ്ലിമിന് പാടില്ല. അങ്ങനെ ആക്ഷേപിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിം ആവുകയും ഇല്ല. മറിച്ച് അവരുടെ ആരാധ്യ വസ്തുക്കളെയും അവരുടെ ആരാധ്യ സ്ഥലങ്ങളിലും മറ്റുള്ളവർ പോയി പ്രശ്നമുണ്ടാക്കുന്നത് ഒരിക്കലും ശരിയല്ല. കണ്ണനെ ചേർത്ത് പിടിച്ച ഒരാള് മുസ്ലിം എന്ന പേരിട്ടത് കൊണ്ട് മുസ്ലിം ആകില്ല. ഇപ്പൊ ആ സഹോദരിക്ക് അമ്പലമില്ല, പള്ളിയില്ല, ഒന്നുമില്ല. ആ സഹോദരി ഇത് കാണുന്നുണ്ടെങ്കിൽ, ഒന്ന് ഷെയർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ സഹോദരി ഇനി ഇസ്ലാമിലേക്ക് കടന്നു വരിക, ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് കടന്നു വരിക. അതല്ലെങ്കിൽ ആ കണ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. ഈ രണ്ട് വഴിയാണ് അതിനുള്ളത്. ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് അമ്പലത്തിൽ പോയി മറ്റു സഹോദരന്മാരെ, മറ്റു മതസ്ഥരെ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം അതൊരിക്കലും ശരിയല്ല. ബിസിനസ് നടക്കാൻ സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് ആരാധ്യ സ്ഥലങ്ങളിൽ പോയിട്ടല്ല ബിസിനസ് നടത്തേണ്ടത്. ബിസിനസ് നടത്താൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിന് കടമെടുക്കാം, അതല്ലെങ്കിൽ അതിൻ്റെതായ വഴികളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഗുരുവായൂരിൽ തന്നെ എത്രയോ ടൗണുകളുണ്ട്. ആ ടൗണിന്റെ ഭാഗത്തൊക്കെ പോയി നിന്നുകൊണ്ട് ബിസിനസ് നടത്താം. പക്ഷെ അവരുടെ ബഹുമാന്യമായ അമ്പലനടയിൽ പോയിട്ട് അവിടെ പോയിട്ട് പുതിയ വീഡിയോ എടുക്കലും റീൽസ് ചെയ്യലും ഒച്ചമ്പടി ഉണ്ടാക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കലും ഒക്കെ നടത്തുക എന്നത് ഒരിക്കലും ഒരു മുസ്ലിം എന്ന സഹോദരിക്ക്, മുസ്ലിമിൽ ജനിച്ച ഒരാൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഒന്നിരിക്കൽ ആ സഹോദരി ഷഹാദത്ത് കലിമ ചൊല്ലി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരിക. അതല്ലെങ്കിൽ അവരെ ആരാധിച്ച് ആ നിലയിലേക്ക് പേര് മാറ്റി അങ്ങോട്ട് പോവുക. രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. ആരും ഒരു എതിർപ്പും പറയാറില്ല. അപ്പൊ ആ സഹോദരി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു മുസ്ലിം പണ്ഡിതനും ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം അതുമായി മുസ്ലിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതിന്റെ പേരിൽ പലവരും ഇസ്ലാമിനെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നും മുസ്ലിങ്ങൾക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല. അത് അവരുടെ പേഴ്സണൽ പ്രശ്നമാണ്. അതുകൊണ്ട് ആ സഹോദരി ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ടും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയില്ല. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, രണ്ട് തോടിയിൽ കാലിടരുത്. ഒന്നിരിക്കൽ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക. ഒന്നിൽ ഉറച്ചു നിൽക്കുക. അതാണ് ഏറ്റവും നല്ല അഭികാമ്യമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത് മുമ്പ് ഇതിനെയൊന്നും സംബന്ധിച്ചിട്ട് ഒറ്റ മുസ്ലിമും സംസാരിച്ചിരുന്നില്ല. അവരെ ബാധിക്കുന്ന വിഷയമേ ആയിരുന്നില്ല ഇത്. അതുകൊണ്ട് അവരത് അതിൻ്റെ പാട്ടിന് വിടുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇവര് രാവിലെ നമസ്കരിക്കുന്നു, പിന്നീട് ഉച്ചയ്ക്കുള്ള നമസ്കാരവും വൈകിട്ടുള്ള നമസ്കാരവും ഒരുമിച്ച് ചേർത്തവർ നമസ്കരിക്കുന്നു. കാരണം അവർ കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് അവർക്ക് ഉച്ചയ്ക്ക് നമസ്കരിക്കാനുള്ള സമയം കിട്ടുന്നില്ല. വൈകിട്ട് അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് നമസ്കരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതികരിക്കും ഈ വിഷയത്തെക്കുറിച്ച്. അവർ പറയുന്നുണ്ട് വിഷയത്തെ. അവരൊരു കേക്ക് കട്ട് ചെയ്തതേ ഉള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. മറ്റൊരാളുടെ പ്രതികരണമാണ്. വരച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവരൊരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടതാണ്. ഇവരുടെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫേമസ് ആണ്. അത്യാവശ്യം ആവശ്യക്കാരുണ്ട്. സുരേഷ് ഗോപി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പിന്നെ ദിലീപ് തുടങ്ങിയ ആൾക്കാരിലേക്കൊക്കെ തന്റെ ചിത്രങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ ഇവര് കാണിക്കുന്ന കുറച്ച് തമാശകൾ കണ്ടിട്ടാണ്. അപ്പൊ എനിക്ക് പറയണമെന്ന് തോന്നി. അതായത് ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ പോയി കേക്ക് കട്ട് ചെയ്യുക, റീൽസ് ഒക്കെ പലരും ഇടുന്നുണ്ട്. പക്ഷേ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഇതിന്റെ വിശ്വാസികൾ ഒത്തിരി പേര് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. മുട്ട ചേർത്ത സാധനമല്ലേ കേക്ക്, അതെങ്ങനെയാണ് അമ്പലനടയിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യുന്നത്, കഴിക്കുന്നത് എന്നൊക്കെ ചോദ്യമായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ പറയുന്നത് അതിനകത്ത് കേക്ക് ചേർത്തിട്ടില്ല, കേക്ക് കട്ട് ചെയ്യുന്നത് ജസ്നയുടെ ബർത്ത്ഡേ എന്നാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി കേക്കെല്ലാം കട്ട് ചെയ്യുന്നത്. അത് കണ്ണനിലുള്ള വിശ്വാസം കൊണ്ടാണ്. കണ്ണനാണ് എല്ലാം തന്നത്. ഒരാള് പൂർണ്ണത്രൈശന്റെ മണ്ണിൽ, ചേച്ചി ഞാൻ പറയട്ടെ, പറ സുഹൃത്തെ, ഇതിപ്പോൾ ഹിന്ദുക്കൾ തന്നെയാണ് ഇവരെയും പൊക്കി നടന്നത്. അവസാനം അവരെ തന്നെ തെറിയും പറയുന്നത് ഹിന്ദുക്കൾ തന്നെ. എനിക്കത് ഓർക്കുമ്പോൾ ചിരി വരുന്നു സുഹൃത്തെ. അതാണ് അവർ പറഞ്ഞത്. അപ്പം ആദ്യം മറ്റേ ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ടില്ലായിരുന്നു. നമ്മളൊരാളെ വിളിച്ചു വരുത്തി വീട്ടിൽ കൊണ്ടുവന്നു, അവർക്ക് വേണ്ടുന്ന വിധത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് വിഭവസമൃദ്ധമായ ഭക്ഷണവും നൽകി പോകുന്ന സമയത്ത് നമ്മളെ മുണ്ടുപൊക്കി കാണിച്ചാൽ എന്ത് ചെയ്യും എന്നാണ് അവർ ചോദിച്ചത്. അതിനകത്ത് എല്ലാം ഉണ്ട്. ആദ്യം ഇവരെ പൊക്കിക്കൊണ്ട് നടന്നവരെല്ലാവരും പിന്നീടാണ് മനസ്സിലായത്, ചേട്ടാ ഇവർ നമ്മളെയൊക്കെ ചലഞ്ച് ചെയ്തിട്ടാണല്ലോ ഇവർ സംസാരിക്കുന്നതും പോകുന്നതും നമുക്ക് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. പ്രവാചകൻ പഠിപ്പിച്ചത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ 3 കാരണങ്ങളാണ്. ഒന്ന്,
പണമിടപാടുകളുമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ ശരിയായ സ്വഭാവം അറിയാം. 2, അവരും ഒരുമിച്ച് യാത്ര ചെയ്യണം, അപ്പോഴും സ്വഭാവം അറിയാൻ പറ്റും. 3, തെറ്റണം, അവരുമായിട്ട് തെറ്റണം. അപ്പം നമുക്ക് മനസ്സിലാകും ശരിയായ സ്വഭാവം. അതുവരെ നമ്മുടെ മുമ്പിൽ കാണിച്ചിരുന്നത് ഡെമോ ആണ് എന്ന് പെട്ടെന്നൊരു നിമിഷം നമ്മൾ തിരിച്ചറിയും. ഡുവൽ പേഴ്സണാലിറ്റി ആണ് ഇവര് എന്ന് അന്നേരം നമുക്ക് തോന്നും, അല്ല, അതാണ് അവരുടെ റിയൽ പേഴ്സണാലിറ്റി. തമ്മിൽ തെറ്റുമ്പോൾ ഉറപ്പായിട്ടും തെറി പറയും, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. ഇതിപ്പോ ഹിന്ദുക്കൾ എന്നല്ല അവർ പറയുന്ന ഹിന്ദുക്കൾ എന്നാണ്. അപ്പൊ ഹിന്ദുക്കൾക്ക് നിലവിളക്ക് കൊളുത്താൻ ഞാനായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഈ 11 വർഷമായിട്ടേ ഉള്ളൂ ഹിന്ദുക്കൾക്ക് കണ്ണനെ കാണാനായിട്ട് എന്നാണ് അവർ പറയുന്നത്. ശരി, ലേഡി പറയട്ടെ. അങ്ങനെയുള്ള ഭയങ്കര കണ്ണനോടുള്ള അതിഭയങ്കരമായ സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ജസ്റ്റിനോട് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒരു ആചാരവും ക്ഷേത്രവും വിശ്വാസവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നില്ലേ. അപ്പൊ ഇത് ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് ക്ഷേത്രത്തിൽ ചെയ്യാൻ പാടുള്ള കാര്യമാണോ? ക്ഷേത്രത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്, ചിട്ടകളുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ അന്യ മതത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം വീട്ടിലൊന്നും ഇതാരും പറഞ്ഞു കേൾക്കാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ തന്നെ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് അമ്പലങ്ങളിൽ പാലിക്കേണ്ടത് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ആചാരങ്ങളാണ് ചെയ്യേണ്ടത്, ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ കുളിച്ച് ശുദ്ധിയായിരിക്കണം, ലോണ് കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഈ കേക്ക് കട്ട് ചെയ്ത് അത് ചെയ്യാമോ, നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചോ, ചെയ്തോളൂ എന്ന് നിങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടാണ് നിങ്ങൾ ചെയ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും വരില്ല. അപ്പം ഈ കേക്ക് കട്ട് ചെയ്ത ആ സംഭവത്തിനൊക്കെ ശേഷം ഇവരുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റ് വന്നു. സ്വാഭാവികമാണ്, ഇതിൽ വിശ്വാസികൾ എന്തായാലും നല്ലതൊന്നും പറയാൻ സാധ്യതയില്ല. അപ്പൊ അതേപോലെ ഒരു ലേഡി ഇവരെ വളരെ മോശമായിട്ടുള്ള കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരെ കൂടെ എപ്പോഴും ഒരു ആളുണ്ട്, അത് കസിനാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ കസിനെയും ഇവരെയും ചേർത്ത് വളരെ മോശമായിട്ടുള്ള കമന്റ് ആണ് ആ ലേഡി ഇട്ടിട്ടുള്ളത്. അപ്പം ആ കമന്റ് ഇട്ട ആളെ ഇവര് അഷ്ടമി രോഹിണിയുടെ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടു. അപ്പോൾ ആ കമന്റ് ഇട്ട ആളെ അവിടെ നിന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് തന്നെ ചോദ്യം ചെയ്യാൻ പോയതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് കാരണമായത്. അപ്പൊ അത് എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഇവിടെ ഇടാം. അതൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ കണ്ടതാണ്. ഇപ്പോ മറ്റൊരു സ്ത്രീ പ്രതികരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇസ്ലാം മതവിശ്വാസികൾ കൂടുതലും പ്രതികരിക്കുന്നത്, നിങ്ങൾ ഒന്നുകിൽ ഇസ്ലാം മതത്തിൽ നിൽക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മതം സ്വീകരിക്കുക. ഒരു പുള്ളിക്കാരിയെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. ശ്രീകൃഷ്ണന്റെ പടം വരച്ച് വൈറലായ മുസ്ലിം പെൺകുട്ടി എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ആ ഒരു ലേബലിലാണ് അവർക്ക് ഇത്രയും പേരും പ്രശസ്തിയും ഒക്കെ കിട്ടിയത്, അവർക്ക് ഇത്രയും പബ്ലിസിറ്റി ഒക്കെ കിട്ടിയത് ആ ഒരു ലേബലിലാണ്. അപ്പൊ ഏതായാലും അവരുടെ ഒരു ജീവിത മാർഗ്ഗമാണ് ശ്രീകൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുക എന്ന് പറയുന്നത്. അവരുടെ ഒരു ജീവിത മാർഗ്ഗമാണ്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഒരാൾ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. അപ്പം ആദ്യമേ ഇവര് ഇങ്ങനെ ഒരു പടം വരച്ച സമയത്ത് നമ്മൾ ഒരുപാട് ഓവർ ഹൈപ്പ് കൊടുത്ത് അവർക്ക് ഓവർ ആയിട്ടുള്ള കുറെ പബ്ലിസിറ്റി നേടിക്കൊടുത്തു. അതെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഓവറായിട്ട് എക്സാലേഷൻ കൊടുത്തു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ കഴിവ് എന്ന് പറയുന്നത് മതവുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാ മതത്തിലും നല്ല കഴിവുള്ള വ്യക്തികളുണ്ട്. എല്ലാ മതത്തിലുള്ള ആൾക്കാർ പല മതത്തിലുള്ള സംഭവങ്ങളുടെ പടം വരയ്ക്കാറുണ്ട്, വിൽക്കാറുണ്ട്, വാങ്ങാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിലൊന്നും ഇത്രയും വലിയ ഓവർ ഹൈപ്പോ ഒന്നും കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഓവർ ഹൈപ്പ് കൊടുത്തു. അവരെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് അവരെ തലയിൽ എത്തി വെച്ചുകൊണ്ട് നടന്നു. അപ്പൊ അവർക്ക് അതിലൂടെ പബ്ലിസിറ്റി കിട്ടി, പേരും പ്രശസ്തിയും ഒക്കെ കിട്ടി. ഇപ്പോഴും ആ ഒരു ഹൈപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് വല്ലാത്ത പ്രകടനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഞാൻ ആദ്യമേ പറഞ്ഞു, അവർ ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ, അവർ പടം വരച്ച് ജീവിക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനകത്ത് തെറ്റ് കണ്ടിട്ടുമല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അവരുടെ പ്രകടനങ്ങൾ വല്ലാതെ എക്സ്ട്രീം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ആദ്യം മുസ്ലിങ്ങൾക്ക് വൈകാരികത ഉണ്ടാക്കുമെന്നും മുസ്ലിങ്ങളെ അടിക്കാൻ ഒരു ടൂളായി, ഒരു വടിയായി ഇവരെ ഉപയോഗിക്കാമെന്നും ഒരു പറ്റം ഹിന്ദുക്കൾ തെറ്റിദ്ധരിച്ചു പോയോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് അവർക്ക് പറ്റുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അവരുടെ പബ്ലിസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് അവരിപ്പം ഒരുമാതിരി കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ്, അതായത് അവർ ശ്രീകൃഷ്ണന്റെ അമ്പലനടയിൽ പോയിട്ട്, ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് കേക്ക് മുറിക്കുകയാണ് ബർത്ത്ഡേക്ക്. അതുകൂടാതെ തന്നെ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു. അവർക്ക് നെഗറ്റീവ് കമന്റ് ഇട്ട ഒരു വ്യക്തി അവിടെ കണ്ട സമയത്ത് അയാളോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി പോകുന്നു. വല്ലാതെ ന്യൂസൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ അവരുടെ വാദം എന്ന് പറയുന്നത് അവരെ മനഃപൂർവ്വം ഹിന്ദുക്കൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ടും ഗുരുവായൂർ നടയിൽ പോകുന്നത് കൊണ്ടും അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവരിപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചില ഹിന്ദുക്കളെ എന്നെ ടാർഗറ്റ് ചെയ്തു. അതായത് ഇപ്പൊ ആർഎസ്കാരുടെ പേര് പറയുന്നുണ്ട്, എബിപിക്കാരുടെ പേര് പറയുന്നുണ്ട്, സംഘികളുടെ കാര്യം പറയുന്നുണ്ട്. കൂടാതെ തന്നെ ചില ഹിന്ദുക്കൾ എന്നെ ടാർഗറ്റ് ചെയ്തു, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, എന്നെ കുറിച്ച് നെഗറ്റീവ് കമന്റുകൾ അവർ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ് എന്നുള്ള രീതിയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ സിമ്പതി നേടിയെടുക്കുകയാണ്. അങ്ങനെ സിമ്പതി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് എന്താണ് വരുമാനം ഉണ്ടാക്കാൻ, കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടും. അപ്പൊ ആ ഒരു പബ്ലിസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് അവർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ശാന്തശീലയായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നാൽ പോരെ എന്നുള്ള രീതിയിലാണ്. ഇവരെന്തോ ഇല്ലാ കുഞ്ഞാണോ? ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങളൊക്കെ തെറ്റാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ലേ? ഇപ്പം ഏത് മതത്തിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലും നമുക്ക് വിശ്വസിക്കാം. നമുക്ക് വിശ്വാസമുള്ള ഏത് കാര്യത്തിലും നമുക്ക് വിശ്വസിക്കാം, ആരാധിക്കാം. അതിനകത്തൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. അവർ മുസ്ലിം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ വിശ്വസിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതി എനിക്കില്ല. പക്ഷെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കപട ഭക്തി കാണിക്കാൻ വേണ്ടി പാടില്ല. ഇപ്പൊ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കപട ഭക്തിയാണ്. എന്റെ കണ്ണ ഇത് നമ്മുടെ നന്ദന സിനിമയ്ക്കകത്ത് ബാലാമണി 24/7 എന്റെ കണ്ണ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് പോലെ അവർ എന്റെ കണ്ണ എന്ന് വിളിച്ച് കാണിച്ചുകൊണ്ട് അവർക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു ലേബൽ ഉപയോഗിക്കുകയാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിന്റെ ലേബൽ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഇങ്ങനത്തെ പ്രകടനങ്ങൾ കാണിക്കുന്നില്ല.
അവർ പറയുന്നതിലെ കള്ളത്തരങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ഭർത്താവുമൊത്തൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോഴാണ് ആദ്യമായി കണ്ണന്റെ ചിത്രം കണ്ടതെന്ന്. എന്ത് കള്ളമാണത്! നമ്മളൊക്കെ സ്കൂളുകളിൽ കാളിയമർദ്ദനം, അതുപോലെ കൃഷ്ണഗാഥ, കൃഷ്ണലീല ഇതൊക്കെ പഠിച്ചിട്ടുള്ളവരല്ലേ? ബാലമംഗളം, ബാലരമ, ചിത്രകഥ, അമർ ചിത്രകഥകളിലൂടെയൊക്കെ മഹാഭാരതമൊക്കെ എമ്പാടും വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരല്ലേ നമ്മൾ? ഞാനൊക്കെ ഇസ്ലാമിക റിജിഡായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. എന്നാൽ പോലും 5 വയസ്സ് 6 വയസ്സ് മുതൽ ഞങ്ങൾക്ക് കടയുണ്ടായിരുന്നു. കടയിൽ ഉമ്മ മനോരമ, മംഗളം, ബാലരമ, പൂമ്പാറ്റ ഇതൊക്കെ വാങ്ങിക്കും. ഞാനത് വായിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉമ്മ പറയും തിരിച്ചു തരാം. അങ്ങനെ ഉമ്മച്ചി പിന്നീട് അത് വിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അമർ ചിത്രകഥകള് നമ്മൾ ചെറിയ പ്രായം മുതൽ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ. ഇഷ്ടംപോലെ പദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ കണ്ണനെ ആദ്യമായിട്ട് കാണുന്നത്, അപ്പൊ ഇവരെ എല്ലാവരും കണ്ണാന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ പേരിനോട് ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നീട് ആദ്യമായി കണ്ണന്റെ ചിത്രം കണ്ടപ്പോൾ ഒരു വാവ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാവ, ഈ വാവയുടെ പേരെന്നെ വിളിച്ചപ്പോഴാണല്ലോ എനിക്ക് ഇത്ര ദേഷ്യം വന്നത് എന്ന് എനിക്ക് തോന്നി. എന്ത് കള്ളത്തരാണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? കണ്ണനെ ആദ്യമായിട്ടൊരു ചിത്രം ഇവര് കാണുന്നത് കല്യാണത്തിന് ശേഷമാണ്. ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. ഇവര് പറയുന്നു സ്കൂളിൽ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്ന്. 6ാം ക്ലാസ്സിലാണല്ലോ കാളിയമർദ്ദനം. അപ്പൊ നമ്മൾ സ്കൂൾ തലം മുതലേ എന്താണ് കണ്ണൻ, ശ്രീകൃഷ്ണൻ തന്നെയുമല്ല നമ്മുടെ പഴയ കാലത്തെ എല്ലാ സ്കൂളുകളിലും ഈശ്വര പ്രാർത്ഥനയാണ് ഉണ്ടായിരുന്നത്. സൂറത്തുൽ ഫാത്തിഹ ആയിരുന്നില്ല പാരായണം ചെയ്തിരുന്നത്, അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം. ശരിക്കും വിശ്വാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഇങ്ങനത്തെ പ്രകടനങ്ങൾ കാണിക്കത്തില്ല, ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കത്തില്ല. അപ്പൊ ജസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഭക്തി എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് വേണ്ടത്. അപ്പൊ കപട ഭക്തി കാണിക്കാതെ ഇരിക്കാം. അതോ നിങ്ങൾ ശരിയായിട്ടുള്ള വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ വിശ്വാസത്തിൽ അർത്ഥമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭക്തിക്ക് അർത്ഥമുണ്ടെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോവുകയോ അവിടെ പോയി പ്രകടനം കാണിക്കുകയോ അവിടെ പോയി ഒന്നും കാഴ്ച വെക്കുകയോ ഒന്നും വേണ്ട, വീട്ടിലിരുന്ന് വിളിച്ചാൽ മതി. ഇപ്പൊ ദൈവം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണെന്നല്ലേ പറയുന്നത്. ഇപ്പം എന്താ പറയുക, അള്ളാഹുവിന് രൂപമില്ല നിങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിന് രൂപമില്ലെന്നുണ്ടെങ്കിൽ അള്ളാഹു എന്താണ്? ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശക്തിയാണ്. അതേപോലെ ഹിന്ദുയിസത്തിലും പറയുന്നുണ്ട്, അതായത് പരമാത്മാവ് എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശക്തിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശക്തിയെ അമ്പലത്തിലൊന്നും പോയി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിലിരുന്ന് വിളിച്ചാൽ നിങ്ങളുടെ ഭക്തിക്ക് അർത്ഥമുള്ളതാണെങ്കിൽ വീട്ടിലിരുന്ന് വിളിച്ചാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ശ്രീകൃഷ്ണനെ പൂജിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പടം വരയ്ക്കുന്നുണ്ടല്ലോ, ഒരു പടം എടുത്ത് വെച്ചിട്ട് അതിന് മുമ്പിൽ ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ശ്രീകൃഷ്ണൻ കേട്ടോളൂ. അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് നിങ്ങൾ മനഃപൂർവ്വം ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനിപ്പം നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം, ഒരു അറ്റ്മോസ്ഫിയർ, അതിലേക്ക് ഇടിച്ചു കയറി ചെന്ന് മനഃപൂർവ്വമായിട്ട് പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പല ആൾക്കാരും നിങ്ങളെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നത്. ഇപ്പൊ ഭയങ്കര ഓവറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രകടനം. നിങ്ങൾ നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ അവിടെ കട തുടങ്ങും, അതിനൊന്നും ഒരു തെറ്റും ആരും പറയുന്നില്ല. പക്ഷേ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു സമുദ്രത്തിലേക്ക് കൊണ്ട് കല്ലെറി, അല്ലെങ്കിൽ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു കുളം, ആ കുളത്തിലേക്ക് കൊണ്ട് കല്ലെറിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതാണ് ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നിങ്ങളെ മനഃപൂർവ്വം ആരും ടാർഗറ്റ് ചെയ്യുകയല്ല. നിങ്ങളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് ആർക്കും ഒന്നും കിട്ടാനില്ല. കഴിവ് ആർക്കുണ്ടെങ്കിലും അത് അംഗീകരിക്കുന്ന സമൂഹം തന്നെയാണ് നമ്മുടെ. അത് നിങ്ങൾക്ക് മനസ്സിലായതാണ്. നിങ്ങളുടെ കഴിവിനെ അംഗീകരിച്ചാണ് നിങ്ങൾക്ക് ഇത്രയും പബ്ലിസിറ്റി തന്നത്. പക്ഷെ അത്രയും ഓവർ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അവിടെ ഓവർ ഹൈപ്പ് കൊടുത്തു. അതുപോലെ മുസ്ലിം സ്ത്രീ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണന്റെ പടം വരച്ചത് ഇത്ര വലിയ സംഭവമായിട്ട് കാണേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ ഇപ്പോൾ BJP ഇടപെടുന്നു, അവിടെ ഒരു പാർട്ടി ഇടപെടുന്നു, നരേന്ദ്രമോദി ഇടപെടുന്നു, അങ്ങനെ കുറെ ഹൈപ്പ് കൊടുത്ത് ഓവറായിട്ട് ഹൈപ്പ് കൊടുത്ത് ഇപ്പൊ അതൊരു ന്യൂസൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണിക്കുന്ന കാര്യം വല്ലാത്ത ന്യൂസൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കുമുള്ള ഭക്തരുടെ ഉള്ളിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കി മാറ്റും. അപ്പൊ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി അത് കാരണമാകും. അതായത് മനഃപൂർവ്വം ആരും ക്രിയേറ്റ് ചെയ്യുന്ന പബ്ലിസിറ്റി ഒന്നും അല്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നിട്ട് ആരും ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല. നിങ്ങൾ കാണിക്കുന്ന പ്രകടനം കണ്ട സമയത്ത് അത് ന്യൂസൻസ് ആണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, അത് എക്സ്ട്രീം ലെവലാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, ഭയങ്കര ഓവറായിട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ് റിയാക്ട് ചെയ്തത്. അപ്പൊ സഹോദരി, നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കഴിവ് നല്ല കാര്യമാണ്, നിങ്ങൾക്ക് വിശ്വാസമുള്ളത് നല്ല കാര്യമാണ്, ഭക്തിയുള്ളത് നല്ല കാര്യമാണ്, നിങ്ങൾക്ക് കഴിവുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ആ കഴിവിൽ അഹങ്കരിക്കാതെ ഇരിക്കുക, ഓവർ ആകാതെ ഇരിക്കുക. അപ്പൊ മനഃപൂർവ്വം നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഇമേജിനെ ഇടിച്ച് താഴ്ത്താതെ ഇരിക്കുക. അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇമേജിനെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹിന്ദുക്കളായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, ഏത് ജാതിയിലും ഏത് മതത്തിലുമുള്ള ആൾക്കാരായിക്കോട്ടെ, കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാവരും അംഗീകരിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കഴിവിന് എന്താണ് അർഹിക്കുന്ന അംഗീകാരം എല്ലായിടത്തും കിട്ടും. നിങ്ങൾക്ക് ഭക്തി ഉണ്ട്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ നിങ്ങളുടെ മതത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് അങ്ങനെ, അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും അത് മതം മാറണമെന്നോ ജാതി മാറണമെന്നോ ഒന്നും നിർബന്ധമില്ല. ഏത് ദൈവത്തിലും ഏത് കാര്യത്തിലും നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ നാട് നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ്, നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. ഇവിടെ ആർക്കും ഏതു മതവും അംഗീകരിക്കാം, അനുശാസിക്കാം, അതിനനുസരിച്ച് ജീവിക്കാം. ഇനി മതം വേണ്ടേ, മതരഹിതയായി നിൽക്കുകയും ചെയ്യാം. ഇതങ്ങനെയല്ല. നമ്മള് ഒരു മതത്തിൽ നിൽക്കുന്നു, ആ മതത്തിന്റെ എല്ലാം അംഗീകരിക്കുന്നു, ആ മതമാണ് ശരി എന്ന് വിശ്വസിക്കുന്നു. ആ മതം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ആ മതം അങ്ങേയറ്റം എതിർത്ത ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ മതത്തിലുള്ള നമ്മളുടെ വിശ്വാസം പോയി എന്നാണ് അർത്ഥം.
അതാണ് ആദ്യം തന്നെ സംസാരിച്ച ഉസ്താദ് പറഞ്ഞത്. മതത്തിൽ വേണ്ടാത്ത ഒരു കാര്യം ചെയ്താൽ അയാളെ ആരും ചെവിക്ക് പിടിച്ച് പുറത്തിറക്കണ്ട മതത്തിൽ നിന്ന്. ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് ആള് പോയി കഴിഞ്ഞു. ഇവര് തന്നെ പൊക്കി കുറച്ച് ഇവരെന്തൊക്കെയോ ആണ്. ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ലാന്ന് ഇവർക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവര് പറയുന്നത് ഞാൻ ഹിന്ദുക്കളെ ഹീ എന്നല്ല പറയുന്നത് കേട്ടോ, ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ചാണ് ജീവിക്കുന്നത് എന്ന് ചിലര് പറയുന്നു. അതേ മക്കളെ, എനിക്കിതുവരെ ഇതൊരു മത്സര ഐറ്റം അല്ലാത്തത് കൊണ്ട് എനിക്ക് അതിന്റെ ഒരു ട്രോഫി ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഹിന്ദുക്കളെ പറ്റിക്കുന്നതും ഒരു കലയാണു മക്കളെ എന്നിവര് ട്രോളി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും മടലുകളായ ഹിന്ദു മലരുകൾക്ക് അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളും ചോദിക്കുന്നത്, കുറെ കാലം നിങ്ങൾ അവരെ പൊക്കിക്കൊണ്ട് നടക്കുകയായിരുന്നല്ലോ, എങ്ങനെയാണ് സാധാരണക്കാരിയായ ഒരു സ്ത്രീ കണ്ണന്റെ ചിത്രം വരച്ചു എന്നതിന്റെ പേരിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ എത്തിയത്? ഇവര് വാലാട്ടി നടക്കുകയാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ പിന്നാലെ. ഇതെങ്ങനെയൊക്കെയാ സാധിച്ചെടുക്കുന്നത്? അപ്പോ ഇവര് ഗുരുവായൂർ അമ്പലത്തില് കയറി ഇവര് റീൽസ് ഇടുന്നു. അപ്പൊ ഇവര് ഒരു ചാലഞ്ചാണ്. നിങ്ങളൊക്കെ ഹിന്ദുക്കളായിട്ട് ജനിച്ചു, ഹിന്ദു അന്തരീക്ഷത്തിൽ ഹൈന്ദവ മത ആചാരങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾ ജീവിച്ചു. നിങ്ങൾക്ക് പറ്റിയോ ഇത്രയും പോപ്പുലർ ആകാൻ, നരേന്ദ്രമോദിയുടെ അടുത്തെത്താൻ? ഏത് സമയത്ത് വേണമെങ്കിലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറി ചെല്ലാൻ, ഏതമ്പലത്തിലും എവിടെയും കയറി ചെല്ലാൻ എനിക്ക് പറ്റും എന്ന് ഇവരുടെ വെല്ലുവിളിയായിരുന്നു. ഇത് ആ കുട്ടി പറഞ്ഞതുപോലെ എക്സ്ട്രീം ലെവലിലേക്ക് പോയി. അധികമായാൽ അമൃതും വിഷമാണ്. നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കരുത് എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞൊരു ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്ന ഒരാള് ഒരു വീട്ടിൽ കയറി മോഷ്ടിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടുകാരനൊക്കെ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ ആ വീട്ടിൽ നിന്ന് അയാൾക്കൊരു ചായ ഇട്ട് കുടിക്കണമെന്ന് തോന്നി. ചായ ഇട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു വിഷമം തോന്നി. അയ്യോ, ഇയാൾ കിടന്ന് ഉറങ്ങും. അപ്പോൾ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതില്ല, അയാളെ കൂടെ വിളിച്ചുണർത്തി ഒരു ഗ്ലാസ് ചായ കൊടുക്കാം. വീട്ടുകാരനെ വിളിച്ചുണർത്തി അതെ അര ഗ്ലാസ് ചായ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ, പിന്നീട് പിടിക്കപ്പെടുന്ന കാര്യം പറയാനുണ്ടോ എന്ന് പറഞ്ഞതുപോലെ ഇവരെ പൊക്കിക്കൊണ്ട് നടന്ന ആളുകളെയൊക്കെ പെൺകുട്ടി പറഞ്ഞതുപോലെ അതിഥിയായി വന്നു. ഒടുവിൽ തുണി പൊക്കി കാണിച്ചിട്ട് ഓടുന്ന ഒരു രീതി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാ ചോദിച്ചത്. അവരാദ്യം ഇവരെ ഒരുപക്ഷെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്നും ഇസ്ലാമിക ചേഷ്ടകളുടെ ആ വസ്ത്രധാരണത്തോടു കൂടിയാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ പൊക്കിയെടുത്തു, താലോലിച്ചു, പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് ഇവർ എത്രമാത്രം പൊക്കിയോ അത്രയും ആഘാതത്തിൽ കൊണ്ടുവന്ന് താഴെയിട്ടു. ഉയർച്ച കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. പിന്നീട് വന്ന് കാറിയിട്ടും കൂകിയിട്ടും ഒന്നും കാര്യമില്ല. ഓരോ കമന്റും നോക്കിയിരിക്കും. അപ്പൊ ആ കമന്റ്സിന് ഇവര് വീഡിയോ രൂപത്തിൽ ഇങ്ങോട്ട് വരും. 75,000 രൂപയ്ക്കൊക്കെ ഇവരുടെ ചിത്രമുണ്ട്. ഇവര് കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചിത്രത്തിന്റെ വില 75,000 രൂപ. എന്നിട്ട് അവരോട് ആരോ പറഞ്ഞത്രേ, എത്ര രൂപയാണെങ്കിലും കുഴപ്പമില്ല, എത്ര പൈസ നമുക്കൊരു പ്രശ്നമേ അല്ല, നിങ്ങൾക്ക് ചിത്രം വരച്ച് കിട്ടിയാൽ മതി. ഇവർ ആ ചിത്രത്തിന്റെ ടൈറ്റിൽ കൊടുത്തിരുന്നത് തന്നെ 75,000 എന്നാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ആ സംഭവം നടക്കുന്നത്. എവിടെ ആ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യില്, ഇപ്പൊ കാണുന്നില്ല. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. 75,000 രൂപ. അപ്പോ അത് ഒരാള് ഇവർക്ക് ഓർഡർ ചെയ്തു. അങ്ങനെ ഇവർ ആ ചിത്രം വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്ക് വേറൊരാള് ആ ചിത്രം കണ്ടിട്ട്, കാരണം ഇവരുടെ അത്രയും വലിപ്പത്തിലുള്ള ഒരു ചിത്രമായിരുന്നു അത്രേ, ആ ചിത്രം കണ്ടപ്പോ വേറെ ഒരാൾ ചോദിച്ചു, എനിക്കും പൈസ പ്രശ്നമല്ല, എനിക്കും ഇതുപോലത്തെ ഒരു ചിത്രം വരച്ചു തരുമോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തന്നെ ആ ചിത്രമൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഒരുപാട് ഓവറായപ്പോൾ സംഭവിച്ചത് തന്നെയാണ്. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കിട്ടിയത് ആ വീഡിയോ ഇവർ പൂട്ടിയിട്ടാ, ആ വീഡിയോ ഇവരെടുത്തുകൊണ്ട് പോയി. അതിനകത്ത് ഇട്ടിരുന്നത് തന്നെ 75,000 രൂപ എന്നാണ്. നോക്കട്ടെ, ഏതായിരിക്കണം പരസ്യമുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ഇവര് തന്നെ പറയുന്നതാണ് കേട്ടോ, നമ്മളാരും പറയണതല്ല. വീണ്ടും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ മോഡൽ കണ്ണനാണ്. ഔട്ട്ലൈൻ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ കണ്ണന്റെ ഫേസ് ഒന്ന് റെഡിയാക്കി നമുക്കൊന്ന് കാണാം.
ഫേസ് കണ്ണ് കൊടുക്കുക കേട്ടോ, കണ്ണിന്റെ കൃഷ്ണമണി. ഫസ്റ്റ് ഘട്ടത്തിൽ കണ്ണ് മാത്രം ഔട്ട്ലൈൻ ഇട്ട് വെക്കുക, രണ്ടാമതാണ് കൃഷ്ണമണി കൊടുക്കുക. ഈ നോക്കുന്നത് മറ്റൊന്നുമല്ല, കൃഷ്ണമണി രണ്ടും ഒരേ വലുപ്പാണോന്നും ഷേപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ്. ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള സംഭവമാണിത്. ഇവർ തന്നെയാണ് വരയ്ക്കുന്നത് എന്ന് ഇവർ കാണിക്കുവാണ്. വേറെ ആരും വരയ്ക്കുന്നതല്ല, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതല്ല, ഞാൻ തന്നെയാണ് ഈ ചിത്രം വരയ്ക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്ന ആളുകൾക്കുള്ള മറുപടിയാ. നമ്മളൊക്കെ ഇത്ര നെഗറ്റീവ് കമന്റുകളുടെ പുറകെ പോയാലേ. ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, എന്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് വരയ്ക്കുന്നത്. ഇതുവരെ ഞാൻ വരച്ചു നോക്കിയിട്ടില്ല, ആദ്യമായിട്ട് വരയ്ക്കുന്ന ഒരു ഫോട്ടോ ആണ്. റെഡിയാക്കി ഇവര് ആ ചിത്രം ആദ്യം എടുത്ത് നമ്മളെ കാണിച്ചത് കണ്ടായിരുന്നു. ഒരു സ്ട്രക്ചർ ഉണ്ട് അതിൽ. നോക്ക്, താഴോട്ട് നോക്ക്. ആ വരച്ചതിന്റെ പുറത്തൂടെയാണ് ഇവർ ഈ വരയ്ക്കുന്നത്. നോക്ക്, നമ്മൾ കാണുവാണല്ലോ. ഒരു പ്ലെയിൻ ഗ്ലാസ്സിലല്ല ഇവർ വരച്ചത്. തുടക്കം തന്നെ ശ്രദ്ധിച്ചില്ലേ, ഈ പിക്ചർ ഉണ്ടായിരുന്നു, ഈ ഒരു ഫ്രെയിം. ഫേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് കണ്ണിന് പൊട്ട് കൊടുക്കാം, പൊട്ട് പൂവ് കൊടുക്കല്ലേ. ഒരു പറയും ഫേസ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കാണാൻ ഇഷ്ടമാണോ? ഇതല്ലേ വേറൊരു ചിത്രമുണ്ട്. ആ വീഡിയോ അവരെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് അതിന്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരുന്നത് 75,000 എന്നാണ്. ഇപ്പൊ വിമർശനങ്ങൾ വർദ്ധിച്ചു വന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവരത് ആ ചിത്രം എടുത്തു മാറ്റിയത്. പുതിയ ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവരെടുത്തിരുന്നത്. അത് പല വീഡിയോസ് ഇവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നെ വിട്ടേക്ക് എന്നും പറഞ്ഞൊരു വീഡിയോ ഇവർ ചെയ്തിരുന്നില്ലേ? കേരളത്തിലെ ഹിന്ദുക്കൾക്ക് കണ്ണനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കി തന്നു എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ടായിരുന്നു ഇവര് 75,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിരുന്നത്. അതൊക്കെ എടുത്ത് മാറ്റി. എന്നിട്ട് അവർ പറയുന്നത് 75,000 രൂപയാണ് ഈ ചിത്രത്തിന്റെ വില, എത്ര രൂപയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്ക് വേറെയും ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവരുടെ പിന്നാലെ നടന്നിട്ട് ഇവരെ വിമർശിക്കണം എന്നൊന്നും ഒരു താല്പര്യവുമില്ല. ഇസ്ലാമിന്റെ മാനം എന്താണെന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ് മുസ്ലിം പുരോഹിതന്മാരും പറഞ്ഞത്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, ഇത്രേ ഉള്ളൂ. അതായത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, പച്ചയിട്ടെന്ന് കരുതി ഒരാൾ ലീഗാകില്ല, ചുവപ്പിട്ടു എന്ന് കരുതി ഒരാൾ മാർക്സിസ്റ്റുകാരനുമാകില്ല, കതറിട്ടെന്ന് കരുതി ഒരാൾ കോൺഗ്രസ്സുകാരനുമാകില്ല, ഇവർ തലയിൽ തട്ടമിട്ടു എന്നതിന്റെ പേരിൽ ഇവർ ഇസ്ലാം മത വിശ്വാസിയാകില്ല. മറിച്ച് അതിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ, നിലപാടുകൾ, ആദർശങ്ങൾ അത് ഉൾക്കൊണ്ടാൽ മാത്രമേ അതാകൂ. അപ്പോൾ ഇവരെ ഈ തട്ടമിട്ടിട്ട് കണ്ണനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിൽ വരുന്നത് എന്തിന്റെ ലക്ഷ്യമാണ് എന്ന് ഇന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവർ കാഷ്വലായിട്ട് യൂഷ്വലായിട്ട് ഈ വേഷം ഉപയോഗിക്കുന്ന ആളല്ല. പല സന്ദർഭങ്ങളിലും ഇവര് തലമറയ്ക്കാത്ത ഒരുപാട് വേഷങ്ങൾ ഞാൻ തന്നെ ഇപ്പൊ കാണിച്ചല്ലോ, നമ്മുടെ ലക്ഷ്മികാന്ത് പുറത്ത് വിട്ടിരിക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. അതൊക്കെ വളരെ മോഡേൺ ആയിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ ഈ ഗുരുവായൂരിൽ വരുമ്പോൾ മാത്രം തട്ടമിടുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് ബിസിനസ് ആണ്. നന്ദി. വേറൊരുത്തം വന്നിട്ട് അവര് എന്ത് വേണമെങ്കിലും വരച്ചോട്ടെ, നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അവരോട് വരയ്ക്കേണ്ടെന്ന്.
അവരോട് വരയ്ക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കത്തുമില്ലല്ലോ, എനിക്ക് പറയാൻ റൈറ്റ്സും ഇല്ലല്ലോ. അവർ വരച്ചോട്ടെ. അതിനെ സംബന്ധിക്കുന്ന എൻ്റെ അഭിപ്രായം പറയാൻ എന്നെ അനുവദിക്കുന്നുണ്ടല്ലോ എൻ്റെ രാജ്യം. എനിക്കതിനെ അഭിപ്രായം പറയാമല്ലോ. എൻ്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അപ്പോൾ നന്ദി, വീണ്ടും കാണാം.